ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് ജവഹർ ലൈബ്രറി അദ്ദേഹത്തിൻ്റെ പ്രഥമശിക്ഷയെ കണക്കാക്കുന്ന ശ്രീ എൻ കാരശ്ശേരി അവരുടെ പ്രഭാഷണം ഇവിടെ ആദരവോടെയും നമുക്ക് ഈ പ്രഭാഷണം ശ്രമിക്കാം. ജവഹർ ലൈബ്രറിയുടെ ക്ഷണം സ്വീകരിച്ച് അനുസ്മരണ പ്രഭാഷണത്തിനായി ഇവിടെ എത്തിച്ചേർന്ന ആദരണീയ ശ്രീ എൻ കാരശ്ശേരി മാഷെ ലൈബ്രറിയുടെയും ഈ സദസ്സിൻ്റെയും പേരിൽ ആത്മാർത്ഥമായി സന്തോഷത്തോടെ അങ്ങേയറ്റം സാന്നിധ്യം വഴി വേദിയിൽ സംസ്കാര സമ്പന്നമാകുന്ന കണ്ണൂർ കോർപ്പറേഷൻ്റെ മുൻ മേയറും ജവഹർ ലൈബ്രറിയുടെ മുൻ വർക്ക് ചെയർമാനും ജവഹർ ലൈബ്രറി ലിറ്ററേച്ചർ ട്രസ്റ്റിൻ്റെ സംഘാടക സമിതി ചെയർമാനുമായിരുന്ന അഡ്വക്കേറ്റ് ടി ഒ മോഹൻ ഏതാനും സമയത്തിനുള്ളിൽ എത്തും അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതിച്ചു. ലൈബ്രറിയുടെ വൈസ് ചെയർമാനും സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളും തൻ്റെതായ പങ്കുവഹിക്കുന്ന പ്രമുഖ ബാങ്കിംഗ് മേഖലയിലെ തൊഴിലാളികളുടെ സംഘടനാ നേതാവുമായ ശ്രീ മുണ്ടേരി ഗംഗാധരൻ അവരുടെ ആദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതിച്ചു. സാംസ്കാരിക കണ്ണൂരിൻ്റെ മുമ്പ് നിക്ഷേപിക്കാവുന്ന പ്രമുഖ എഴുത്തുകാരനും പ്രഭാഷകൻ ഫോക്ലോറിൻ്റെ ഒന്നിച്ച് സഞ്ചരിക്കുന്ന ബഹുമാനപ്പെട്ട മുൻ ആകാശവാണി മേധാവൻ ശ്രീ ബാലകൃഷ്ണൻ പ്രിയാൽ അവരുടെയും ഈ സദസ്സിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്നത് ജവഹർ ലൈബ്രറിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ രത്നകുമാർ അവരാണ്. ലൈബ്രറിയുടെ എല്ലാ പ്രവർത്തനങ്ങളും മുഴുവൻ ഉറപ്പും കഴിഞ്ഞ് അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ശ്രീ രത്നകുമാർ ലൈബ്രറിയുടെ കൂട്ടൻ തന്നെ പറയാം. അദ്ദേഹത്തെ ആദരപൂർവ്വം അധ്യക്ഷ പദവിയിലേക്ക് ക്ഷണിക്കും. സർവോപരി ഈ പരിപാടിയിലൊക്കെ ഞങ്ങൾ വിളിക്കുമ്പോഴൊക്കെ ഈ പരിപാടിയിൽ സന്നദ്ധരാകുകയും ഈ പരിപാടിയിൽ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുകയും ചെയ്ത ലൈബ്രറിയുടെ പ്രിയപ്പെട്ട എല്ലാ ബന്ധുക്കളെയും അങ്ങേയറ്റം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദരണീയരെ, പ്രിയമുള്ളവരെ, നമ്മൾ പ്രോഗ്രാം തുടങ്ങാനേറെ വൈകി. കാരശ്ശേരി മാഷ് എനിക്കൊരു ചെറിയൊരു അപേക്ഷ എന്നോട് പറഞ്ഞത് ഈ ചടങ്ങുകളൊന്നും വേണ്ടെന്ന്. അപ്പം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അഴീക്കോട് മാഷ് കണ്ണൂരിലെ പല സാംസ്കാരിക സംഘടനകളും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കിട്ടാൻ വേണ്ടി പിടിവലിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി പലരും മറന്നുപോയി. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോലും ഇതാണ് അവസ്ഥ. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി അദ്ദേഹത്തെ ആദരിക്കാനും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചിന്തകളെ കുറിച്ച് ഇവിടെ അനുസ്മരിക്കാനും ഇങ്ങനെയൊരു വേദി ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് അറിയാം, ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ആകാശവാണിയുടെ സഹകരണത്തോടുകൂടി കൊടുങ്ങല്ലൂരിൽ ജനിച്ച് കവിയും ഗാനരചയിതാവും സിനിമാ സംവിധായകനും നിർമ്മാതാവും ഒക്കെയായ പി ഭാസ്കരൻ മാഷുടെ ജന്മശതാബ്ദി 12 മാസം നീണ്ടുനിന്ന ആശയം കൊണ്ടും വളരെ ലളിതമായ ജീവിതം കൊണ്ടും അതിനെ അങ്ങേയറ്റം വിമർശിച്ചുകൊണ്ടും പുച്ഛിച്ചുകൊണ്ടാണ് എഴുതിയത്. അഴീക്കോട് മാഷ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പൊരുതിയത് എന്തിനാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് ഈ മതസൗഹാർദ്ദത്തിന് വേണ്ടിയാണ്. കാരണം അത്ര പ്രഭാഷണത്തോട് കമ്പുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടും കേട്ടിട്ടില്ല. ഹിംസ മൃഗങ്ങളുടെ നിയമമാണ്, അഹിംസ മനുഷ്യന്റെ നിയമം. തീർന്നു. അതിൽ ഇങ്ങനെ നെരിപ്പോട് പോലെ പുകയുന്നൊരു മനസ്സാണ്. എപ്പോഴും എവർ റെഡി. അതിന് ക്ഷീണമില്ല, മടുപ്പില്ല, മടിയില്ല. വിചാരമുണ്ട്, വികാരമുണ്ട്, വിവേകമുണ്ട്. ഇത്രയധികം ആളുകളെ വികാരം കൊള്ളിക്കുന്ന പ്രസംഗം ഞാൻ വരെ കേട്ടു. സംഭാവന എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയാൻ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം അടിസ്ഥാനപരമായി ഒരു അധ്യാപകനാണ്. അധ്യാപക വംശത്തിൻ്റെ അഭിമാനം വളർത്തിയ ആളാണ്, പ്രത്യേകിച്ച് മലയാള അധ്യാപകൻ എന്നുള്ള വംശത്തിൽ. അങ്ങനെ നേരത്തെ ഒരുത്തം വന്നിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് മുണ്ടശ്ശേരി. കാരണം മലയാളം അധ്യാപകൻ എന്ന് പറയുന്ന ഒരു പരിഹാസ കഥാപാത്രമായിരുന്ന ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു. ഇനി അത് വരാൻ പോകുന്നു ഇതിനേക്കാൾ ഭീകരമായിട്ട്. മലയാളം BA എന്നുള്ളതിന് ശീലാവതി BA എന്ന് കളിയാക്കുകയും മലയാള അധ്യാപകരൊക്കെ പറഞ്ഞു. അപ്പൊ മുണ്ടശ്ശേരി മാഷ് വരുന്നു, പണ്ഡിതൻ, പ്രഭാഷകൻ,
രാഷ്ട്രീയ നേതാവ് എന്താണല്ലാത്തത്. അഴീക്കോട് മാഷ് അദ്ദേഹം മരിച്ചപ്പോൾ ഒരു ലേഖനം എഴുതിയത് രാജ്യം ഭരിച്ച നിരൂപകൻ ശരി, വൈസ് ചാൻസലറായിരുന്നു, പ്രിൻസിപ്പലായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. എന്താണ് ഈ മാഷ് അല്ലാത്തത്? പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞാൽ അഴീക്കോട് മാഷ് എണ്ണം പറഞ്ഞ പ്രഭാഷകന്മാരായിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ ഒരു പേര് മുണ്ടശ്ശേരിയുടെയാണ്, ഒരു പേര് പനമ്പള്ളിയുടെയാണ്, ഒരു പേര് മനക്കിലാത്തിൻ്റെ, അങ്ങനെ കുറച്ച് പേരുകളുണ്ട്. അദ്ദേഹം അംഗീകരിക്കണം. അപ്പോ എൻ്റെ നോട്ടത്തിൽ അഴീക്കോട് മാഷ് പഠിച്ചത് 3 വിഷയങ്ങളാണ്. ഒന്ന് സാഹിത്യം, വേറൊന്ന് രാഷ്ട്രീയം, വേറൊന്ന് തത്വചിന്ത. സാഹിത്യം, രാഷ്ട്രീയം, തത്വചിന്ത. അതിലിപ്പോൾ അദ്ദേഹത്തിന്റെ മികച്ച പുസ്തകങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും. സാഹിത്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ആശാന്റെ സീതാകാവ്യം, രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ മഹാത്മാവിന്റെ മാർഗം, തത്വത്തിന്റെ കാര്യത്തിലാണെങ്കിൽ തത്വമസി. അപ്പോ ഇത് 3 അദ്ദേഹത്തിന് ഭാഗ്യവശാൽ ഒരു മഹാപണ്ഡിതനായ ഒരു അധ്യാപകന്റെ മകനായിട്ട് പറഞ്ഞു. 18ാമത്തെ വയസ്സിൽ അഴീക്കോട് മാഷ് ആദ്യത്തെ ലേഖനം എഴുതും മാതൃഭൂമിയിൽ. ആ വയസ്സിൽ തന്നെ അദ്ദേഹം ആദ്യത്തെ പ്രഭാഷണം തുടങ്ങും. ആ ലേഖനം വായിച്ചിട്ട് അന്വേഷിച്ച് ഉള്ളൂർ എസ് പരമേശ്വരയ്ക്ക് മഹാകവിയാണ്, അതിനേക്കാൾ വലുത് ചീഫ് സെക്രട്ടറിയാണ് തിരുവിതാംകൂർ സ്റ്റേറ്റിലെ. അദ്ദേഹം അഴീക്കോട് മാഷ് അച്ഛനൊരു കത്തെഴുതി, താങ്കൾ എന്തുകൊണ്ടാണ് മകന്റെ പേരിൽ ലേഖനങ്ങൾ എഴുതുന്നത്? നന്നായില്ലേ? അതിന് മറുപടി അയക്കുന്ന അഴീക്കോട് മാഷ്. അങ്ങനെ ആ ഇളം പ്രായത്തില് ഉള്ളൂര് വള്ളത്തോട് ആശാൻ പിന്നെ നേരത്തെ മരിച്ചു പോയി. ആശാൻ അഴീക്കോട് മാഷ് മരിക്കുന്നതിന് 2 കൊല്ലം മുമ്പേ മരിച്ചു, 1924. അപ്പോ ഈ സാഹിത്യത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും തത്വതയുടെ ഒക്കെ പാരമ്പര്യമായിട്ട് അദ്ദേഹത്തിന് ഭാഗ്യവശാൽ കിട്ടിയത് വാഗ്ഭടാനന്ദ ഗുരുദേവരുടെ പാരമ്പര്യം. പലർക്കും തെറ്റിദ്ധാരണയുണ്ട് വാഗ്ഭടാനന്ദന്റെ ശിഷ്യനാണ് അഴീക്കോട് മാഷ്. അങ്ങനെയല്ല. വാഗ്ഭടാനന്ദൻ മരിക്കുമ്പോൾ അഴീക്കോട് മാഷിക്ക് 13 വയസ്സാണ്. അദ്ദേഹം പഠിച്ചത് BCom ആണ്. ആ വകയൊരു ജോലിക്ക് വേണ്ടി BP മേനോൻ, ഈ സഭയിൽ ചെറുക്കയിലെ പേരോർമ്മയുണ്ടാവും, വാപ്പാല പങ്കുണ്ണി മേനോൻ. അതായത് അദ്ദേഹം സാക്ഷാൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സെക്രട്ടറിയാണ്. ഈ ഇന്ത്യൻ യൂണിയൻ സൃഷ്ടിച്ചതിൽ പ്രധാനപ്പെട്ട ആള് വല്ലഭായ് പട്ടേലാണെന്ന് നമ്മൾ പറയും, തെറ്റൊന്നുമില്ല. പക്ഷെ ആ കൂട്ടത്തിൽ ഒട്ടും നിസ്സാരമല്ലാത്ത സ്ഥാനം മലയാളിയായ മേനോനുണ്ട്. അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുത്തു അച്ഛൻ, അവിടെ ജോലി കിട്ടാൻ വേണ്ടി. ആ ജോലി കിട്ടാൻ വേണ്ടി BPയോട് ചെന്നു, ആ ശരി 2 ദിവസം ഇവിടെ താമസിക്കും, ഞാൻ നോക്കിയിട്ട് പറയാമെന്ന്. പക്ഷെ അഴീക്കോട് മാഷ് പിറ്റേന്നായപ്പോൾ ഇവിടെ ജോലിയൊന്നും വേണ്ട, ഇവിടുത്തെ ചൂടും വെയിലും കൂടിയും മടങ്ങിപ്പോരുന്ന വഴിയിൽ വാർത്ത എന്നൊരു സ്റ്റേഷൻ കണ്ടു. അപ്പോൾ അവിടെ ഇറങ്ങി അവിടെ ഒരു സൈക്കിൾ റിക്ഷ പിടിച്ച് അവിടെ ചെന്ന് ഗാന്ധിയെ കണ്ടു. 22ാമത്തെ വയസ്സ്. അതിനു മുമ്പേ ഗാന്ധി അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ ആ കാഴ്ച സ്വാഭാവികമായിട്ടും, കാരണം അന്ന് ഗാന്ധിക്ക് മൗനവ്രതമുള്ള ദിവസമാണ്. അദ്ദേഹം ചർക്കയിൽ നിന്നിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം അഴീക്കോട് മാഷെ കണ്ടൊന്ന് ചിരിച്ചു. അഴീക്കോട് മാഷ് ചിരിച്ചു തൊഴുതു. അപ്പോ പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും ഒരു പോരാട്ടമാണ്. അധ്യാപകനായിരിക്കുമ്പോഴും, പത്രപ്രവർത്തകനായിരിക്കുമ്പോഴും, സ്കൂൾ ടീച്ചർ ആയിരിക്കുമ്പോഴും, പ്രിൻസിപ്പൽ ആയിരിക്കുമ്പോഴും, PVC ആയിരിക്കുമ്പോഴും ഒക്കെ അദ്ദേഹത്തിന്റെ എഴുത്തിലും പ്രസംഗത്തിലും സംസാരത്തിലും ഒക്കെ ഒരു പോരാട്ട വീര്യം ഉണ്ട്. അതിപ്പോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ രംഗപ്രവേശം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സാഹിത്യ നിരൂപകൻ എന്നുള്ളതല്ല. രാജേന്ദ്രൻ വന്നപ്പോൾ അന്ന് ഏറ്റവും അധികം അദ്ദേഹത്തിന്റെ യൗവനകാലത്ത് ഏറ്റവും പ്രചാരത്തിലുള്ള കവിത എന്ന് പറയുന്നത് രമണൻ. അന്ന് എല്ലാവർക്കും പാടിപ്പോയിട്ടുള്ള കവി ചങ്ങമ്പുഴയാണ്. അപ്പൊ ഇത്തരം കവിതയ്ക്ക് ഗായക കവിത എന്ന് പറയാം, സംഗീതത്തിനും പാട്ടിനും അനാവരണത്തിനും പ്രാധാന്യമുള്ള കവിത കാൽപ്പനികമാണുള്ളത്. ഇതിനിവിടുത്തെ പ്രധാന നിരൂപകരൊക്കെ എതിരാണ്. മുണ്ടശ്ശേരി എതിരാണ്, കുട്ടിഷമാരെതിരാണ്,
സഞ്ജയിനെതിരാണ്. പക്ഷെ ആദ്യകാലത്ത് പുസ്തകം ഇറക്കുന്നത് രമണനും മലയാളം എഴുതി നോക്കി അതിനെ അങ്ങേയറ്റം വിമർശിച്ചുകൊണ്ടും പുച്ഛിച്ചുകൊണ്ടാണ് എഴുതിയത്. ഇളകിപ്പറക്കുന്ന പക്ഷികളും എന്ന് എഴുതി മാഷിക്കണം. ഇളകാതെ പറക്കാൻ കഴിയും ഇയാളത്തെ പറയുന്നു. ചങ്ങമ്പുഴ പറ്റി. ചങ്ങമ്പുഴ ഇളംപ്രായത്തിൽ മരിച്ചു. 37-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. 1948 ജൂൺ 17-ാം തീയതി. വളരെ കുറച്ച് കാലം ജീവിച്ചത്. അദ്ദേഹം എഴുതിയതിന്റെ വോള്യം കണ്ടാൽ എഴുതിയതിന്റെയും പരിഭാഷപ്പെടുത്തിയതിന്റെ ഒക്കെ സംസ്കൃതത്തിൽ നിന്ന് ഇംഗ്ലീഷിൽ നിന്നൊക്കെ പരിഭാഷപ്പെടുത്തി. അത്ഭുതമാണ്. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ജോലി മദ്യപാനമായിരുന്നു എല്ലാവർക്കും അറിയാം. എപ്പോഴാണ് ഇതൊക്കെ എഴുതിയത്, എപ്പോഴാണ് ഇതൊക്കെ വായിച്ചത്, എപ്പോഴൊക്കെ പഠിച്ചത്, എപ്പോഴും അനുഭവം. അഴീക്കോട് മാഷ് ആദ്യം ഒരു ആക്രാമക ശൈലിയായിട്ട് വരിക. അതിന് മുമ്പ് അദ്ദേഹത്തിന് ഒരു പുസ്തകം ഉണ്ടായിരുന്നു. ആ പുസ്തകത്തിന്റെ കഥ വലിയ തമാശ. മാരാർക്കൊരു കത്തെഴുതി, ഇങ്ങനെ എൻ്റെ ലേഖന സമാധാനം ഇറക്കാൻ ആലോചിക്കുകയാണ്. കലാചന്ദ്രകളാണ് എൻ്റെ പേര്. അതുകൊണ്ട് താങ്കൾ അത് വായിച്ചൊരു അവതാരിക എഴുതുന്നു. മാരാർക്ക് ഞാൻ വായിച്ചു നോക്കട്ടെ. മാരാർക്ക് പിന്നെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തൊക്കെ എതിർക്കാനുള്ള തൻ്റെ മുന്നണിയിൽ ഏറ്റവും വലിയ പോരാളിയാണ് ഈ സുകുമാരൻ അഴീക്കോട്. മാരാരെ വായിച്ചിട്ട് എഴുതി, ഇതിലെ മിക്ക ലേഖനങ്ങളോടും എനിക്ക് വിയോജിപ്പാണ്. അതുകൊണ്ട് ഞാൻ അവതാരം എഴുതിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് വേണ്ട. അപ്പം അഴീക്കോട് മാഷ് മറുപടി എഴുതി, അത് എന്താണ് താങ്കൾക്ക് എഴുതാൻ എഴുതിയാൽ മതി. അപ്പം മാരാര് മറുപടി അയച്ചു, ഇനി ഈ പഠിപ്പുരയിൽ കുരച്ചു ചാടുന്ന ഒരു നായയോട് കൂടി വേണം പുസ്തകം എന്ന് താങ്കൾ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ എഴുതരാം. അങ്ങനെ എഴുതി അവതാരിക എഴുതി എന്ന് പറഞ്ഞ മാരാര് കത്തയച്ചു. അഴീക്കോട് മാഷ് ചെന്ന് അവതാരികയും മാറ്ററൊക്കെ മടക്കി വാങ്ങി. നിർഭാഗ്യവശാൽ ബസ് യാത്രയിൽ നഷ്ടപ്പെട്ടു. ആ പുസ്തകം നഷ്ടപ്പെട്ടു, അവതാരി നഷ്ടപ്പെട്ടു. അങ്ങനെ കലാചന്ദ്രനൊരു പുസ്തകം വന്നില്ല. മാരാരുടെ അവതാരികയായിട്ട് അഴീക്കോട് ഒരു പുസ്തകവും വന്നില്ല. മാരാർക്ക് അഴീക്കോട് ഗംഭീരമായ ഒരു അവതാരിക എഴുതി. അത് 1965 മാരാരുടെ ഷഷ്ടിപൂർത്തിക്ക് ഇവരൊക്കെ കൂടി SK പൊറ്റേക്കാട്, ഉറൂബും NP മുഹമ്മദും രാമേന്ദ്രൻ മാഷ് അഴീക്കോട് മാഷും കൂടി തെരഞ്ഞെടുത്താണ് കലാജീവിതം തന്നെ. അതിന് അവതാരം എഴുതിയതിന്റെ തലക്കെട്ടുണ്ട് ഗംഭീര, മാരാരെ മനസ്സിലാക്കുക. അത് മാരാരെ ഏറ്റവും അധികം വിലയിരുത്തി അതിമനോഹരമായ ഗംഭീരമായ വളരെ മെനക്കെട്ട് എഴുതിയൊരു സാധനം. അദ്ദേഹത്തെ ഏറ്റവും നല്ല അവതാരികയാണെന്നാണ് എൻ്റെ കാണുന്നത്. അപ്പൊ അങ്ങനെ അധ്യാപകൻ എന്നുള്ള ഒരാള് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതിലിപ്പോ പിന്നീട് ആ കാലത്ത് MK സാനുമാഷുണ്ട്, ലീലാവ് ടീച്ചറുണ്ട്, ONV കുറിപ്പുണ്ട്. ഞാൻ അവരെ മറന്നുകൊണ്ടല്ല പറയുന്നു. സംസ്കൃതത്തിലെ ഞാൻ പഠിച്ച പ്രധാനപ്പെട്ട ഒരു ചൊല്ല്, സ്വന്തം വംശത്തിന് ആരാണോ അഭിമാനം വളർത്തിയത് അവൻ മാത്രമേ ജനിച്ചിട്ടുള്ളൂ. എങ്ങനെ? സ്വന്തം വംശത്തിന് ആരാണോ അഭിമാനം വളർത്തിയത് അവൻ മാത്രമേ ജനിച്ചിട്ടുള്ളൂ. സജാത ഏന ജാതേന യാതി വംശ സമുന്നതി. ഒരു വംശത്തിന്റെ സമുന്നതിയെ ആര് പ്രാപിച്ചില്ല. ആര് പ്രാപിച്ചവൻ മാത്രമേ ജനിച്ചുള്ളൂ. സജാത വെറുതെ ജനിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് ഉണ്ണശ്ശേരി മാഷെ പറ്റിയും അഴീക്കോട് മാഷെ പറ്റിയൊക്കെ ഉള്ള വലിയ അഭിമാനം. എന്റെ വംശം, അധ്യാപന വംശം. ഉണ്ണശ്ശേരിയുടെ പ്രസംഗം രണ്ടോടെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ ഗംഭീരമായി കുത്തി ഒഴുകുന്ന ഒരു സാധനം, അപൂർവമായൊരു അനുഭവം. അപ്പോ അഴീക്കോട് മാഷ് ചെറുപ്പത്തിലെ തന്നെ അദ്ദേഹം നമുക്കറിയുന്നമായൊരു അദ്ദേഹത്തിന് സാധാരണ അർത്ഥത്തിൽ കുടുംബജീവിതം ഇല്ല. ഉള്ളത് ഈ അധ്യാപനം വളരെ ചെറുപ്പത്തിൽ തുടങ്ങി. അദ്ദേഹം കുറച്ച് ആയുർവേദം പഠിച്ചിട്ടുണ്ട് കോട്ടയ്ക്കല്. സംസ്കൃതം പഠിച്ചുകൊണ്ട് അച്ഛൻ നിർബന്ധിച്ച് സംസ്കൃതം പഠിപ്പിച്ചു. പിന്നെ BCom പാസ്സായി, പിന്നെ BT പാസ്സായി. മംഗലാപുരത്ത് സെന്റ് അലൂഷ്യസ് കോളേജിൽ അധ്യാപകനായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. അതിന്റെ തൊട്ടപ്പുറത്ത് സെന്റ് ആഗ്നസ് കോളേജ്, അവിടുത്തെ പ്രൊഫസറായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. സെന്റ് അലൂഷ്യസ് കോളേജിലാണ് അദ്ദേഹം ദേവഗിരിയിൽ വരുന്നത്. ദേവഗിരിയിൽ പഠിപ്പിക്കുമ്പോഴാണ് വേറൊരു കാര്യം, കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയം ഉണ്ട്. അപ്പൊ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അഴീക്കോട് മാഷ്.
അപ്പം വരാന്തിയിൽ വരുന്ന ആരാത് CK ഗോവിന്ദനായിരുന്നു, അന്നത്തെ KPCC പ്രസിഡന്റ് കേട്ടോ. CK ഗോവിന്ദൻ ആരാന്നുള്ളത് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇന്നത്തെ കോൺഗ്രസ്സുകാർ കേട്ടാൽ പറയും. ഡൽഹിയിൽ ഇവിടുത്തെ ലോക്സഭാ മണ്ഡലങ്ങളുടെ ചർച്ചയ്ക്ക് പോയിരിക്കുകയാണ് KPCC പ്രസിഡന്റ്. അപ്പൊ ജവഹർലാൽ നെഹ്റു ആണ് പ്രൈം മിനിസ്റ്റർ, അപ്പുറത്താരില്ല. അപ്പൊ നെഹ്റു ഒരു അബദ്ധം പറഞ്ഞു. നെഹ്റുവിന്റെ കൂടെ ഒരു മലയാളിയുണ്ട്, സെക്രട്ടറി MO മത്തായി. പത്തിരുപത് നെഹ്റുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. നെഹ്റുവിനെ പറ്റി എഴുതപ്പെട്ട ഏറ്റവും നീചമായ പുസ്തകം എഴുതിയത് മത്തായിയാണ്. ദ റെമിനിസൻസ് ഓഫ് നെഹ്റു ഏജ്, മലയാളത്തിലുണ്ട്, നെഹ്റു യുഗ സ്മരണകൾ. അത്ര നീചമായ പുസ്തകം. അപ്പൊ നെഹ്റു മരിച്ചിട്ടാണ് എഴുതുന്നത്. അപ്പൊ നെഹ്റു CKജിയോട് ഒരു അബദ്ധം പറഞ്ഞു വെച്ചാല് ഒരു ലോക്സഭാ ടിക്കറ്റ് മത്തായിക്ക് കൊടുക്കണം. നല്ല പരിപാടിയില്ലേ. CK ഗോവിന്ദൻ തന്റെ ഉത്തരയൊന്നും നേരെയാക്കി വഴി എഴുന്നേറ്റ്. ആരുമ്പോൾ എഴുന്നേറ്റത് ജവഹർലാൽ നെഹ്റുവിന്റെ മുമ്പിൽ. അപ്പം നെഹ്റു പറഞ്ഞു, CKജി calm down. Forget it. നെഹ്റു കേട്ടോ. നെഹ്റുവിന്റെ സെക്രട്ടറിക്ക് ടിക്കറ്റ് കൊടുക്കണം പറയുമ്പോ അത് പള്ളി പറഞ്ഞാൽ മതി എന്ന ഭാവത്തിൽ എണീക്കുന്ന ഒരു KPCC പ്രസിഡന്റ് ഈ നാട്ടിലുണ്ടായിരുന്നു കേട്ടോ. ആ KPCC പ്രസിഡന്റാണ് അന്നത്തെ കാലത്തെ ഈ കാര്യങ്ങളൊക്കെ. ആ KPCC പ്രസിഡന്റ് എവിടെ വന്ന് നിൽക്കുക, അഴിക്കോട് മാഷ് ക്ലാസ് എടുക്കുക. അപ്പൊ അഴിക്കോട് മാഷ് കുട്ടികളോട് പറഞ്ഞു, എനിക്കൊരു ഗസ്റ്റ് ഒരു മിനിറ്റ്. അവിടെ ചെന്നപ്പോ CKജി കൊലായി പറയാണ്, അഴിക്കോടെ അന്ന് തലശ്ശേരി മണ്ഡലമുണ്ട്, ലോക്സഭാ മണ്ഡലം. ആ ലോക്സഭാ മണ്ഡലത്തിൽ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അഴിക്കോട്ടെയാണ് നോമിനേഷൻ ആയിട്ട് ആൾ വരും, അപ്പൊ ഒപ്പിട്ട് കൊടുത്തേക്കണം. അവൻ പറഞ്ഞു അദ്ദേഹം പോയി ക്ലാസ്സിലേക്ക്. ഇന്നിപ്പോ ആലോചിക്കാൻ പറ്റും. അപ്പൊ അഴിക്കോട് മാഷ് തോറ്റത് തന്റെ പ്രിയ സുഹൃത്ത് SK പൊറ്റേക്കാടുണ്ട്. പൊറ്റേക്കാട് ഇടതുപക്ഷ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു. അഴിക്കോട് മാഷ് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്നു. പിന്നെ അഴിക്കോട് മാഷ് മത്സരിച്ചിട്ടില്ല. അപ്പോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രധാനമായും പ്രസംഗം. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്, പ്രസംഗമാണ് എന്റെ പ്രവൃത്തി. സത്യമാണ്. എന്നോട് ഇന്റർവ്യൂ പറഞ്ഞു, സാർ ഇങ്ങനെയൊക്കെ ഉത്ബോധിപ്പിച്ച് നടക്കാതെ സാർ ഒന്നും പ്രവർത്തിക്കുന്നില്ലല്ലോ എന്ന് ഞങ്ങൾക്ക് പരാതിയുണ്ട്. പറഞ്ഞു പ്രസംഗമാണ് എന്റെ പ്രവൃത്തി. പിന്നെ അദ്ദേഹം കോൺഗ്രസിൽ അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട നേതാവ് തീർച്ചയായിട്ടും ഗാന്ധിയാണ്. പിന്നെ അടുത്ത ആള് നെഹ്റുവാണ്. അതിനൊരു പ്രത്യേക ബന്ധം അവർ തമ്മിൽ പറയാനുണ്ട്. നെഹ്റുവിന്റെ ഒരു പുസ്തകം അദ്ദേഹം അയച്ചിട്ടുള്ള കത്തുകളുടെ സമാഹാരം, അത് തായാട്ട് ശങ്കരൻ മാഷും അഴിക്കോട് മാഷും കൂടി പരിഭാഷ പഠിക്കും. ഒരു കൂട്ടം പഴയ കത്തുകൾ മാതൃഭൂമി അടിച്ചു. അത് അയാൾക്ക് അവിടെ നെഹ്റുവിൽ ചെന്ന് കണ്ടു. അപ്പൊ നെഹ്റു ഒരു കോപ്പി ഒപ്പിട്ട് കൊടുത്തു. അഴിക്കോട് മാഷ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അഭിമാനമായിട്ട് എന്തെങ്കിലും എന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പുസ്തകം, ഒരു കൂട്ടം പഴയ കത്തുകൾ എന്നുള്ള മലയാള പരിഭാഷയ്ക്ക് അഴിക്കോട് മാഷ് പേരെഴുതി ഒപ്പിട്ട് കൊടുത്തു നെഹ്റു. അങ്ങനെ നെഹ്റുവിനെ കൂടെ തന്നെ പടമൊക്കെ വന്നു. നെഹ്റുവിനെ പറ്റി വലിയ ആദരവായിരുന്നു മാഷ്. അതിന്റെ പ്രധാന കാരണം നെഹ്റു എന്നും ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങൾ. അഴിക്കോട് മാഷ് തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം പൊരുതിയത് എന്തിനാണ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് ഈ മതസൗഹാർദ്ദത്തിന് വേണ്ടിയാണ്. അദ്ദേഹം, എന്റെ ധാരണ ശരിയാണെങ്കിൽ 38 കൊല്ലം അധ്യാപകനായി. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോ സഹപ്രവർത്തകരോ ആരും അദ്ദേഹം മതത്തിന്റെയോ ജാതിയുടെയോ വകയിൽ എന്തെങ്കിലും വകതിലും ആരോടെങ്കിലും കാണിച്ചിട്ട് ഒരു പരാതിയില്ല. അദ്ദേഹത്തെ പറ്റി പരാതി പലതുണ്ട്. ക്ഷിപ്രകോപിയ. ഞങ്ങള് സ്വകാര്യമായിട്ട് പറയുമ്പോൾ ദുർവാസവ എന്ന് പറയും. എന്താ പറയാ, എപ്പോഴാ പൊട്ടിത്തെറിക്കുക എന്ന് യാതൊരു നിജവുമില്ല. വളരെ കോപശീലനാണ്. അപ്പോ പക്ഷേ ഈ പരാതി, കാരണം അദ്ദേഹത്തിന് വാഗ്ഭടാനന്ദ ഗുരുദേവരുടെ പാരമ്പര്യം എന്ന് പറയുന്നത് ഇതാണ്. നാരായണ ഗുരുവിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ഈ നവോത്ഥാന നായകന്മാരുടെ കൂട്ടത്തിൽ 2 പേരെ പറ്റിയാണ് അഴിക്കോട് മാഷ് ഏറ്റവും സംസാരിച്ചത്. അതൊന്ന് വാഗ്ഭടാനന്ദനാണ്, ഇവരൊന്ന് നാരായണ ഗുരുവാണ്.
വാഗ്ഭടാനന്ദന്റെ സമ്പൂർണ്ണ സമാഹാരത്തിന് അദ്ദേഹം എഴുതിയ അവതാരികയുണ്ട്. അത് ഒരു ഗംഭീര പഠനമാണ്. ഇതുപോലെ ഗുരുവിനെ പറ്റി അനവധി പ്രസംഗങ്ങൾ, എത്രയോ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വരുമെന്ന് ഉറപ്പുള്ള ഒരാൾ ഗുരുവാണ്. ഒരാൾ ഗാന്ധിയാണ്, ഒരാൾ ഗുരുവാണ്, ഒരാൾ ആശാനാണ്. ആശാന്റെ രചനകളൊക്കെ അദ്ദേഹത്തിന് മുഖസ്ഥമാണ്. ഞങ്ങളെ പഠിപ്പിച്ചത് നളിനിയാണ്. അന്ന് ഞങ്ങൾക്ക് ആശാന്റെ നളിനി, ഉള്ളൂരിന്റെ കർണഭൂഷണം, വള്ളത്തോളിന്റെ മഗ്ദലന പറയും, 3 അഴിക്കുറവ ഓഹരിയാണ്. ഇദ്ദേഹത്തിന്റെ ഈ പഠിപ്പിക്കലിന്റെ വിഷയം എന്താ വെച്ചാൽ ഈ പോർഷൻ എന്താണ്, പരീക്ഷ എന്താണെന്ന് യാതൊരു ശ്രദ്ധയില്ല. ഞങ്ങൾക്ക് ഈ കവിത്രയത്തിന്റെ 3 കാവ്യങ്ങൾ അദ്ദേഹത്തിന് പഠിക്കാൻ വെച്ചു. അദ്ദേഹം നള്ളി എടുത്തു, 2 കൊല്ലം എടുത്തിട്ട് നള്ളി തീർന്നില്ല. വള്ളത്തോളും ഉള്ളൂരൊന്നും പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അപ്പോഴേക്ക് വള്ളത്തോളിന്റെയും ഉള്ളൂരിന്റെയും ആശാന്റെയും പ്രധാനപ്പെട്ട കൃതികൾ, അവരെ പറ്റി വന്ന പ്രധാനപ്പെട്ട പഠനങ്ങൾ, ഇപ്പോൾ മുണ്ടശ്ശേരി, ഭാസ്കരൻ നായർ, കേസരി, അങ്ങനെ മാരായ ഇവരൊക്കെ എഴുതിയൊക്കെ ഞങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരിക്കലും പരീക്ഷ പറ്റൊന്നും പറയില്ല, ഇങ്ങനെ എഴുതണം എന്ന് പറയില്ല, ക്ലാസ്സിൽ നോട്ട് പറയില്ല, ഒക്കെ ഞങ്ങൾ എഴുതിയെടുക്കുക നോട്ടൊക്കെ അദ്ദേഹം പറയാനുള്ള പറയും. അപ്പോ അദ്ദേഹത്തിന്റെ പഠന മേഖലകൾ 3 ഞാൻ പറഞ്ഞു: സാഹിത്യം, തത്വചിന്ത, രാഷ്ട്രീയം. അദ്ദേഹത്തിന്റെ ആവിഷ്കാര മാധ്യമങ്ങളും 3: അധ്യാപനം, പ്രസംഗം, എഴുത്ത്. ഇതിലേതാണ് പ്രധാനം എന്ന് ചോദിച്ചാൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആവിഷ്കാര മാധ്യമം എന്റെ കണക്കിന് പ്രഭാഷണമാണ്. കാരണം അത്ര പ്രഭാഷണത്തോട് കമ്പുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടും കേട്ടിട്ടില്ല. അപ്പോ നിങ്ങൾക്ക് തോന്നലുണ്ടാവും അദ്ദേഹത്തിന്റെ ആരാധകന്മാരാണ് ഈ പ്രസംഗം ആസ്വദിക്കുന്നത്. അങ്ങനെയല്ല, പ്രസംഗം ഏറ്റവും ആസ്വദിക്കുന്ന അദ്ദേഹം തന്നെ. ഇതിലിങ്ങനെ മുങ്ങിയ ഒരാളെ സങ്കല്പിക്കാൻ വയ്യ. ഞാൻ 40 കൊല്ലം അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്ന ആളാണ്, MA വിദ്യാർത്ഥിയായിട്ട്. അങ്ങനെ പിന്നെ നിവൃത്തിയുള്ള പല പ്രസംഗങ്ങൾ ഞാൻ ഒന്നിച്ചു പോയിട്ടുണ്ട്. കോഴിക്കോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കും, ഞാൻ കേൾക്കാൻ വേണ്ടി. ഇങ്ങനെ മടിയോ മടുപ്പോ ഇല്ലാതെ പ്രസംഗിച്ച ഒരാളെ എനിക്കറിയാം. പ്രസംഗകലയെ ഇങ്ങനെ ഉപാസിച്ച ഒരുത്തൻ ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ മിമിക്രി കാണിക്കുന്ന ഒരാളാണ് ജയരാജ് വാര്യർ. അപ്പൊ അവിടെ അമര ഹോസ്പിറ്റലിൽ സുഖലായി കിടക്കുമ്പോൾ വാര്യർ എന്നും പോകുന്ന ആളാ വാര്യർ. ഒരു 4 ദിവസം വാര്യരെ കണ്ടില്ല. അപ്പം മാഷ് ചോദിച്ചു, വാര്യർ എവിടെ പോയിരുന്നു? സർ, എനിക്ക് ചില പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. എന്നാ കാര്യം ചെയ്യും, താൻ 2 ദിവസം കൂടെ കിടക്കുക, ഞാൻ 2 പ്രസംഗം നടത്തിയിട്ട് വരാം, ഇവിടെ മരിക്കാൻ കിടക്കുക. ഇങ്ങനെ അതാണ്. അതായത് വളരെ കുട്ടിക്കാരൻ തൊട്ടിയാൽ പറഞ്ഞു 18ാമത്തെ വയസ്സ് തൊട്ട് 86ാമത്തെ വയസ്സിൽ മരിക്കുന്നവരെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് യാതൊരു ഇടർച്ച ഉണ്ടായിരുന്നില്ല, ഓർമ്മയ്ക്ക് യാതൊരു തളർച്ച ഉണ്ടായിരുന്നില്ല. അപ്പോ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ വർത്തമാനം പറയുമ്പോഴോ ക്ലാസ് എടുക്കുമ്പോഴോ അദ്ദേഹത്തിന് ഓർമ്മ വരാത്തത് ഈ പൊടിയങ്ങനെ പിടിച്ചിരുന്ന ഓർമ്മ വരും. കാരണം അദ്ദേഹത്തെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്യുന്നത്, പ്രചോദിപ്പിക്കുന്നത് സദസ്സാണ്. അതിപ്പോ 500 ആളുടെ സദസ്സിനേക്കാൾ 1000 ആളുടെ സദസ്സാണ് അദ്ദേഹം വളരെ വളരെ പ്രീതനായി. കാസർഗോഡ് പരിഷത്തിൽ എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം കടന്നപ്പള്ളി രാമേന്ദ്രൻ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അതിനെന്തോ മറുപടി പറയും. അപ്പോൾ പറഞ്ഞു, എനിക്ക് വണ്ടിക്ക് പോകണം, വണ്ടിക്ക് ചുരുക്കി പറയണം എന്ന് പറഞ്ഞു. ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യും. പ്രസംഗിച്ചൊരു 10-40 മിനിറ്റ് കഴിഞ്ഞപ്പോ ഈ ബാഹ ഏറ്റു. പിന്നെ പ്രസംഗം ഒരു ഘട്ടം കഴിഞ്ഞപ്പോ അദ്ദേഹം അരമണിക്കൂർ പ്രസംഗം നിർത്തുന്നോന്നെ 1 മണിക്കൂറായപ്പോ നോക്കിയിട്ട് ഇത്രയും പ്രമാദമായ ഒരു വിഷയത്തിൽ കൃത്യമായി മറുപടി പറയാതെ ഇവിടുന്ന് പോവാൻ സാഹിത്യ പരിഷത്തിന്റെ പ്രസിഡന്റ് എന്നല്ല, ഇന്ത്യൻ യൂണിയന്റെ പ്രസിഡന്റിന് അധികാരമില്ല എന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ ജനങ്ങൾ കൈയടിയ 3 മണിക്കൂർ പ്രസംഗിച്ചു. അദ്ദേഹത്തിന് എല്ലാ പോരാട്ടവും അവിടെ. ഇതില് ഒരു അധ്യാപനം തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അധ്യാപന വൃത്തിയെ പറ്റി ചില കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, അദ്ദേഹം വിശ്വസിച്ചിരുന്നത് അധ്യാപകന്റെ പണി കുട്ടികളുടെ സ്വഭാവം രൂപീകരിക്കുക. അത് ചിത്ര പണിയല്ല. കാരണം ഇപ്പം ഞങ്ങളും അദ്ദേഹത്തെ വളരെ അകലുണ്ട്. കാരണം അദ്ദേഹം നിരന്തരം പ്രസംഗിച്ച ഒരു കാര്യം പറയട്ടെ,
2 കൊല്ലം ഞങ്ങൾ MA ഉള്ള സമയത്ത് ഒരു ദിവസം പോലും ലീവ് എടുത്തത് പ്രസംഗിക്കാൻ പോയിട്ട്. വളരെ സ്ട്രിക്റ്റാണ് ഈ മാതിരി കാര്യങ്ങൾ. പിന്നെ ചില മൂല്യങ്ങളെ പറ്റിയാണ് അദ്ദേഹം ക്ലാസ്സിൽ സംസാരിക്കുന്നത്. ഇപ്പൊ നളിനി പഠിപ്പിക്കും, അല്ലെങ്കിൽ വേറെ ഒരു നിരൂപണം പഠിപ്പിക്കാം. അപ്പൊ ഇതിനെപ്പറ്റി അല്ല അദ്ദേഹം പറയാം. ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. ഞങ്ങളോട് ആദ്യകാലത്തൊക്കെ ഒരു ക്ലാസ്സിൽ കേട്ടോ, അതിൻ്റെ ഒരു സ്ട്രിക്ട്നെസിന്റെ ഉദാഹരണം പറയാം. ഫസ്റ്റ് ഡേ ഈ 9 മണി കഴിഞ്ഞ് പിന്നെ പറഞ്ഞതെന്ന് പറയാം, വീണപ്പൂ വായിച്ചവരൊക്കെ വായിക്കാത്തവർ എഴുന്നേൽക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എല്ലാവരും വായിച്ചത്. വീണപ്പൂവിൽ ഒരു ശ്ലോകം പോലും ഓർമ്മയില്ലാത്തവർ എണീക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ കുറിച്ച് ഏതാത്തൊരു ഓർമ്മയുണ്ട്. അപ്പൊ അവരെ ചെല്ലിച്ചു. ഞങ്ങൾ ഓരോ ശ്ലോകം അത് മുഴുവൻ കാണാപ്പാടം തോന്നുന്നു. 41 ശ്ലോകം കിട്ടും. അദ്ദേഹം പറഞ്ഞു, ഇന്ന് വെള്ളിയാഴ്ച വീണപ്പൂ കാണാപ്പാടില്ലാത്തവരോട് ഞാൻ സംസാരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ അത് പഠിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് ക്ലാസ് ഇറങ്ങിപ്പോയി. തിങ്കളാഴ്ച ഞങ്ങളൊക്കെ ശനി ഞായറൊക്കെ തലവത്തി എന്നൊക്കെ കാണാപ്പാടാക്കിയിരുന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു മാഷ്ക്കും കൂടെ തിരക്കല്ലേ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ. വന്ന പാട് വീണപ്പൂ പഠിച്ചോന്ന് ചോദിച്ചു. എല്ലാവരും പഠിച്ചു. അപ്പോൾ ഇങ്ങനെ 12 ആൾ ഓരോരുത്തരോട് ഇങ്ങനെ ചൊല്ലിക്കാൻ, അതിൻ്റെ കൃത്യമായിട്ട് 41 ചൊല്ലി തീർന്നപ്പോഴാണ് ഇങ്ങനെ വളരെ, അതായത് ഞങ്ങളോട് ചോദിച്ചത് ഗാന്ധിയാണോ ടാഗോറാണോ മേലെ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ സാഹിത്യം പഠിക്കുന്ന ആൾക്കാർ ഞങ്ങൾ പറഞ്ഞു ടാഗോറാണ്. ലെനിനാണോ ഗോർക്കിയാണോ മേലെ? പറഞ്ഞു വരുന്നതാ ഗോർക്കി. അദ്ദേഹം പറഞ്ഞു ഇതിനൊക്കെ അബദ്ധമാണ്. കാരണം ടാഗോർ വാക്കാണ്, ഗാന്ധിയാണ് പ്രവൃത്തി. ഗോർക്കിൻ വാക്കാണ്, ലെനിനാണ് പ്രവൃത്തി. അപ്പൊ ഞങ്ങളുടെ അഭിരുചിയുടെ ആ കേന്ദ്രം എത്ര എളുപ്പത്തിൽ തിരിച്ചു നൽകി. അപ്പൊ ഞങ്ങൾ BA പഠിച്ച മാതിരിയല്ല സാഹിത്യം, സംസ്കാരം, രാഷ്ട്രീയം, ചരിത്രമൊക്കെ ഞങ്ങൾ കാണുന്നത്. അദ്ദേഹം ഈ ക്ലാസ്സിന്റെ ജനലും വാതിലൊക്കെ ഇങ്ങനെ തുറന്നിട്ട് ക്രിസ്തുവിനെ പറ്റി ഇങ്ങനെ സംസാരിക്കും, ഗാന്ധിയെ പറ്റി, ബെർണാഡ് ഷായെ പറ്റി. പിന്നെ നല്ല തമാശ, കാരണം അദ്ദേഹം ക്ലാസ് എടുക്കുന്നത് അങ്ങനെ ക്ലാസ് എടുത്തെന്ന് തോന്നില്ല. ഞങ്ങൾ ചിരിക്കുമ്പോഴാണ് പുറത്തുള്ള ആള് പ്രൊഫസർ ഈ ക്ലാസ്സിൽ എടുത്ത് മനസ്സിലാക്കി. എപ്പോഴും ഇങ്ങനെ പരിഹാസം എന്ന് പറഞ്ഞാൽ ബെർണാഡ് ഷായുടെയും ചർച്ചിലും ഒക്കെ വിറ്റ് കോട്ടി. പിന്നെ എപ്പോഴും അദ്ദേഹത്തിന് അങ്ങനെ പുസ്തകം തന്നെ ഉണ്ട്, അഴിക്കോടിന്റെ ഫലിതങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം പ്രസംഗത്തിൽ പറയുന്ന ഫലിതങ്ങളുടെ ആൾ എഴുതിയിട്ട് പുസ്തകം. അപ്പം ഫലിതത്തെ പറ്റി ഞങ്ങളോട് ക്ലാസ്സിൽ പറഞ്ഞ അദ്ദേഹം എടുത്തൊരു ട്രെയിനിങ്. പ്രസംഗിക്കുമ്പോൾ ഫലിതം പറയുന്ന പ്രസംഗം ഫലപ്രദമാവുകയില്ല എന്ന് അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ ഒരു തോന്നൽ. അപ്പൊ എന്താ ചെയ്തെന്ന് വെച്ചാൽ 2000 ഫലിതം എഴുതിയെടുത്തു, ഇംഗ്ലീഷും മലയാളത്തിലും. അതൊക്കെ കാണാപ്പാടം പഠിച്ചു. ഭയങ്കര ഓർമ്മശക്തി. ഞാൻ അതിനേക്കാൾ ഓർമ്മശക്തി ഒരാളെ കണ്ടത് എൻ്റെ BAക്ക് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന പ്രൊഫസർ ഏട്ടൊരു കാര്യമുണ്ട്, മഹാപണ്ഡിതൻ, പഠിച്ചു. അദ്ദേഹം ഒരു പുസ്തകമില്ലാതെ ക്ലാസ്സിൽ വരിക, ഒക്കെ കാണാപ്പാടം. കവിതകളൊക്കെ കാണാപ്പാടം. ഉള്ളൂരോ വെള്ളത്തോടോ അഷ്ടാംഗങ്ങളും വരെ. അമരകോശം സംസ്കൃതത്തിലെ നിഘണ്ടു അദ്ദേഹത്തിന് കാണാപ്പാടാണ്. അത്ര വലിയ. അപ്പോ പിന്നെ ഞാൻ ഒരാളെ കണ്ട് ചേകനൂർ മനുഷ്യ, ഭയങ്കര ഓർമ്മശക്തി. അപ്പോ അഴിക്കോട് മാഷിന്റെ ഒക്കെ ഓർമ്മയാണ്. അപ്പോ എപ്പോഴും ഈ എന്ത് കാര്യം പറയുമ്പോഴും അതിനകത്തുള്ള ഒരു മൂല്യത്തെ പറ്റി എപ്പോഴും അദ്ദേഹം ഞങ്ങളെ പരിശീലിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ എൻ്റെ ഉദാഹരണം, അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയിലേക്ക് നോമിനേഷൻ കിട്ടിയപ്പോൾ ഞങ്ങളുടെ ക്ലാസ്മേറ്റ് അബ്ദുൽ മാഷ നമുക്കൊരു സ്വീകരണം കൊടുക്കാൻ നോക്കി. അങ്ങനെ ഞങ്ങൾ ചാത്തനാഥ് അച്ഛൻ്റെ മാഷയുടെ കയ്യും കാലം പിടിച്ച് അദ്ദേഹത്തിന് സമ്മതം വാങ്ങി. അപ്പം 3 മണിക്കൊരു ചായ. അപ്പം ഞാനതൊക്കെ സംഘടിപ്പിക്കുന്നു. അപ്പോൾ അവിടെ അടിച്ചുവാരുന്ന ദേവികമുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു, മോനെ എനിക്ക് സേറിൻ്റെ മുമ്പിൽ ഇരുന്നാലൊന്നും ചായ ഒന്നും ഇറങ്ങൂല, ഇന്നത് ഇവിടെ തന്നെ കിട്ടുമെന്ന്. അപ്പോൾ അവിടുത്തെ പ്യൂണും ക്ലാർക്കും ഒക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ വെച്ചാൽ മതി, പ്രൊഫസറും പറ്റും. അങ്ങനെ ഞങ്ങൾ പോയി എല്ലാം ഒരുക്കിക്കൊണ്ടത് കോഴിക്കോട് പോയി ഇതൊക്കെ വേറിക്കൊണ്ടത് ഞാനും എൻ്റെ സുഹൃത്ത് ദേണ്ടനും കൂടിയാണ്. അന്ന് അവിടെ നിന്നും കിട്ടുന്ന എല്ലാം വലിയ. അഴിക്കോട് മാഷ് റൂമിലേക്ക് വന്ന് അവിടെ ഇരുന്നിട്ടെങ്കിലും തോന്നി. അവിടെ വിളിച്ചു, ദേവികം അവിടെ, ഉണ്ണികൃഷ്ണൻ അവിടെ, ബാലകൃഷ്ണൻ അവിടെ, കമൽ അവിടെ. ഞാൻ മനസ്സിലായി ഓല് ഓലോ ഓലോ അതേ അറിയില്ല കുടിയും.
ഞങ്ങള് ചെന്നിട്ട് ഞാൻ ദേവിയമ്മ നിങ്ങളൊരാളാണ് ഈ കച്ചറ ഉണ്ടാക്കിയത്, അതുകൊണ്ട് വേറെ ആരും അത് നിങ്ങളവിടെ ചെന്ന് ഇരിക്കുന്ന പറഞ്ഞ് ഞങ്ങളിതൊക്കെ ഇട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പ്രൊഫസർ വന്നിട്ട് അദ്ദേഹം സംസാരിച്ചത് ഗുഹനെ പറ്റി. രാമായണത്തിന് ശ്രീരാമന്റെ പ്രിയ സുഹൃത്തായ ഗുഹനെ പറ്റിയാണ് സംസാരിച്ചത്. അവരുടെ സൗഹാർദ്ദത്തെ പറ്റി സംസാരിച്ചു. രാമൻ ഗുഹന് കൊടുത്ത സ്ഥാനം അത് വാൽമീകി രാമായണം ഉദ്ധരിച്ചു അത് മാത്രം പ്രസംഗിച്ചു. പറഞ്ഞു, നിങ്ങൾ MA പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും സാഹിത്യം വായിച്ചാലും വായിച്ചില്ലെങ്കിലും മനുഷ്യരൊക്കെ ഒപ്പമാണ് എന്ന് പഠിച്ചില്ലെങ്കിൽ ഒരു കാര്യം. അങ്ങനെ പരിപാടി അവസാനിച്ചു. ഞാൻ പിന്നീട് ആലോചിച്ചു, ഇദ്ദേഹത്തിന്റെ ഏറ്റവും ഗംഭീരമായ പ്രസംഗം ഞാൻ കേട്ടതായിരുന്നു അത് ഈ പ്രസംഗം. 5 മിനിറ്റുകൾ ഞങ്ങൾ പറയാൻ പ്രസംഗിച്ചില്ല. ഈ തരത്തിലാണ് അദ്ദേഹത്തിന്റെ ക്ലാസ് എന്ന് പറയുന്നത്. ഞങ്ങൾ കള്ളു കുടിക്കുന്നുണ്ട്, വീട്ടിൽ നിന്ന് കൂടുതൽ കള്ളത്തരം പറഞ്ഞ് പൈസ മേടിക്കുന്നുണ്ടോ, ഞങ്ങൾ പെൺകുട്ടികളോട് മോശമായി പെരുമാറുന്നുണ്ടോ, ഇതൊക്കെ ശ്രദ്ധയാണ്. പിന്നെ മാത്രമല്ല ഞങ്ങളുടെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ വേണമെന്ന് അദ്ദേഹം പറയാം. ഇലക്ഷൻ അനുസരിച്ച് ജയിക്കേ തോൽക്കുകയോ വേണമെന്ന് പറയും. ഫുട്ബോൾ കളിക്കുന്നത്, ഫുട്ബോളിലൊക്കെ വലിയ ആശാനാണ്, ഫുട്ബോളിൽ വലിയ കമ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം തന്നെ കളിക്കളം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വെറൈറ്റിയാണ് എഴുതുന്നത്. പക്ഷെ ഈ തത്വമസി എഴുതുന്ന ആൾ തന്നെയാണ് ഫുട്ബോളിനെ പറ്റി ക്രിക്കറ്റിനെ പറ്റി എനിക്കിനെ പറ്റുന്ന ഒരു വിവരമില്ല. രണ്ടിനെ പറ്റില്ല വലിയ വരും. പക്ഷെ അദ്ദേഹത്തിന്റെ വെറൈറ്റി ഭയങ്കര. ഒരു അധ്യാപകനായിട്ട് അദ്ദേഹം ഒറ്റവാക്കിൽ പറയാനാണെങ്കിൽ ഒരു ഗാന്ധി മാർഗ പ്രവർത്തകനാണ് അദ്ദേഹം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഴിമതി വിരുദ്ധ സമരം. അദ്ദേഹം 84 റിട്ടയർമെന്റ് 2 കൊല്ലം മുമ്പ് നവഭാരത വേദി എന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കി. അതും കാര്യമായി ചെറുപ്പക്കാർ പറയുമ്പോൾ ക്ലച്ച് പിടിച്ച് പിന്നെ രാഷ്ട്രീയത്തില് അദ്ദേഹത്തിന് അധികാരമോഹം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയാം. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം BBC ആയി, കുറച്ചു കാലം അദ്ദേഹം ആക്ടിംഗ് BBC ആയി. അപ്പോഴൊക്കെ ഇവരൊക്കെ ആയിട്ട് നല്ല ലഹളയ്ക്കൊരു കുറവില്ല. SNM ട്രെയിനിങ് കോളേജിൽ 3 പ്രിൻസിപ്പലായിട്ട് അവിടെ ചെന്ന്, കാരണം ഈ നിലപാടുകളിൽ അദ്ദേഹത്തിന് യാതൊരു വിട്ടുവീഴ്ചയില്ല. ഇപ്പൊ ഈ വർത്തമാനം പറഞ്ഞ എന്നൊക്കെ 1-2 വട്ടം സസ്പെൻഡ് ചെയ്യും, ഓടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ടൂറ് പോയപ്പോ മാഷന്മാരിലേക്ക് പാട്ട് പാടി. അപ്പൊ ആരും കണ്ടുപിടിച്ചിരുന്നു, അതെന്ന് എനിക്കറിയണം. അപ്പൊ എന്നോട് ഇത് എങ്ങനെ അറിഞ്ഞിട്ട് ഞങ്ങൾ വിസ്തരിച്ചു. എന്നോട് ചോദിച്ചു, ആരാ പാട്ട് പാടി? ഞാൻ പറഞ്ഞു, ഞാൻ പാടി. ആ പാട്ട് കാണോ? ആ പാട്ടൊക്കെ എഴുതിയാലേ നമുക്ക് അങ്ങനെ എഴുതുക. എപ്പോ ആ തലേന്ന് രാത്രി ഹോസ്റ്റലിൽ നിന്ന് എഴുതിയത് കണ്ടുപിടിച്ചില്ല. അദ്ദേഹം വിശ്വസിച്ചില്ല. ഞാൻ മനസ്സിലായിട്ടോ. അങ്ങനെ വളരെ, അതായത് ഈ എന്തൊക്കെ മറ്റ് പരിഗണനകളുണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് അദ്ദേഹം വളരെ അടുത്ത സുഹൃത്തുക്കളെയാണ് പലപ്പോഴും അദ്ദേഹം കടന്നാക്രമിച്ചത്. സാഹിത്യ നിരൂപണത്തിൽ അദ്ദേഹം 3 കവികളെയാണ് കാര്യമായിട്ട് പഠിച്ചത്. ഒന്ന് തീർച്ചയായിട്ടും ആശാനാണ്, വേറെ ഒന്ന് ചങ്ങമ്പുഴയാണ്, വേറെ ഒന്ന് ശങ്കരക്കുറുപ്പാണ്. അപ്പോ അത് അദ്ദേഹത്തിന്റെ നിരൂപണത്തിന് ഏറ്റവും വലിയ കാരണം, ഒന്നാമത് അഴീക്കോട് മാഷ് ഈ പല രംഗത്തുള്ളത് കൊണ്ട് നിത്യവിവാദ പുരുഷനും യാതൊരു വിട്ടുവീഴ്ച. അദ്ദേഹത്തിന് വലിയ ഹരാണത്. നമ്മൾ വിചാരിക്കുന്നത് വലിയ ഹരാണ്. കാരണം രാവിലെ എല്ലാ പത്രവും വരും, പലരും അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നതാണ്. അദ്ദേഹം വിലകൊടുത്ത് വാങ്ങിയെന്ന് എൻ്റെ അഭിപ്രായത്തിൽ മാതൃക വഴി മാത്രമേ വിലകൊടുത്ത് വാങ്ങിയിട്ടു. മറ്റു പത്രങ്ങളൊക്കെ അവിടെ സൗജന്യമായിട്ട് വരും. മിക്കവാറും അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമോ അദ്ദേഹത്തിനെതിരായ ഒരു പ്രസംഗമോ ഒരു കാർട്ടൂണോ ഒരു ഫോട്ടോ എന്തെങ്കിലും ഒന്നില്ലാതിരിക്കില്ല മിക്ക ദിവസം ഉണ്ടാവും. അപ്പോ ഇതില് ശങ്കരക്കുറുപ്പ് ആ പുസ്തകമാണ് അദ്ദേഹത്തിന് ഏറ്റവും അധികം നിരൂപകൻ എന്നവർക്ക് പേരുണ്ടായിരുന്നത്. 64 ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെട്ടു. അത് ഹൈലി റീഡബിൾ
ആയിട്ടൊരു ബുക്കാണ്. വളരെ വളരെ സുഖമായിട്ട് ഒരു ഡിറ്റക്റ്റീവ് നോവൽ വായിക്കും പോലെ വായിക്കും. അതിൻ്റെ നിലപാടുകളോട് യോജിക്കാത്ത ഒരാളാണ്. ഇതൊക്കെ ഞങ്ങൾ ക്ലാസ്സിൽ പറയാം. ഇപ്പൊ ശങ്കരക്കുറുപ്പ്, ആ പേര് തന്നെ വളരെ കൗതുകമാണ്. അത് കുട്ടീഷന്മാരുടെ ആ പേരുണ്ട്. ശങ്കരക്കുറുപ്പ് കവിയല്ല, നല്ല കവിയല്ല എന്നുള്ളതിൽ മുണ്ടശ്ശേരിയും മാരാരും അഴിക്കൂടും ഒക്കെ യോജിച്ചു. എനിക്ക് വളരെ സങ്കടം തോന്നാറുണ്ട്. കാരണം ചന്ദനക്കെട്ടിൽ എഴുതിയ ആളെ പറ്റിയാണ് ഈ പറയുന്നത്. ഇതിന് ശേഷം ചന്ദനക്കെട്ടിൽ വന്നു. അപ്പോൾ ചന്ദനക്കെട്ടിൽ രണ്ടാമത് മാഷ് അഴിക്കൂട് മാഷ് അത് നല്ല കവിത എന്ന് പറയുന്നു. ആ കൂടുതൽ അവകാശവാദം ഉള്ളത് നിരൂപകന്റെ നിരൂപണം ഭരിച്ചു എന്ന് തോന്നുന്നു അല്ലേ? അതിലൊരു പ്രശ്നത്തായി. ശങ്കരക്കുറുപ്പിന്റെ രാഷ്ട്രീയമായ ആംബിവാലൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന അതൊരു ഹെഡിങ് അങ്ങനെയാണ്. ചക്കയോ അരിവാളോ രണ്ടുമോ. അപ്പോ കേരളത്തിലെ വലിയ തമാശയാണ്. ഗാന്ധിയാണോ മാസാണോ ഭേദം എന്നുള്ളത് മിക്ക ആളും ഇപ്പോഴും സെറ്റ് ചെയ്തിട്ടില്ല. അത് സെറ്റ് ചെയ്യണ്ടേ? എനിക്ക് തോന്നുന്നത് ഗാന്ധിയെ പറ്റി മാർസിനെ പറ്റിയും ആദ്യത്തെ പുസ്തകം എഴുതിയൊരു മലയാളി, അദ്ദേഹത്തിന്റെ പേര് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അദ്ദേഹം രണ്ടാമത്തെ ജീവിതത്തിൽ 2012 മാർസിന്റെ വരുന്നത്. അക്കൊണ്ട് തന്നെയാണ് ഗാന്ധിയുടെ നേരെ ഓർമ്മ. അപ്പോ ശങ്കരക്കുറുപ്പിന്റെ രാഷ്ട്രീയമാണ് പ്രധാനമായിട്ടും പ്രൊഫസർ പഠന വിധേയമാക്കി. അങ്ങനെ കാൽപ്പനിക കവിതയുടെ അപജയത്തിന്റെ പ്രതിരൂപമായിട്ടാണ് അദ്ദേഹം ശങ്കരക്കുറുപ്പിനെ കണ്ടത്. പിന്നെ അദ്ദേഹം കോൺഗ്രസുമായിട്ട് വളരെ അകന്നു. അതുകൊണ്ട് 85 ആകുമ്പോഴേക്കും അദ്ദേഹം ഒരു കോൺഗ്രസ് വിരുദ്ധനായി. അതിൽ പ്രത്യേകിച്ച് കരുണാകര വിരോധം വളരെ. എപ്പോഴും അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഗാന്ധി. ഗാന്ധിജിയുടെ 125ാമത്തെ ജന്മദിനത്തിന് കേരളത്തിലെ പല ഗ്രാമങ്ങളിലും നഗരങ്ങളിൽ ചെന്ന് 125 പ്രസംഗാക്കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഗാന്ധിയെ പറ്റി ഇത്രയും പ്രസംഗിച്ച ഒരാളുണ്ടാവില്ല കേരളത്തിൽ. ഇന്നിപ്പോ എല്ലാവർക്കും ഗാന്ധിയെ ഏതാണ്ട് മനസ്സിലായി തുടങ്ങിയാണ്. കമ്മ്യൂണിസ്റ്റുകാർ, സോഷ്യലിസ്റ്റുകൾ, നക്സലൈറ്റുകൾ, ഇവരൊക്കെ ഇന്ന് മൂത്ത് വരുന്ന ഹിന്ദു രാഷ്ട്രവാദത്തിന്റെ പിണറായിക്കെതിരായിട്ട് ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു ശക്തി ഗാന്ധിയാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട്. വലിയ കാര്യമാണ്. കാരണം നേരത്തെ ഇവിടെ 50കളൊക്കെ ആകുമ്പോഴേക്ക് ഗാന്ധിയെ പറ്റി വലിയ പരിഹാസം, വലിയ പുച്ഛം, വലിയ അവഗണന കേരളത്തിലുണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും നല്ല തെളിവ് EMS നമ്പൂതിരിപ്പാടിന്റെ ഗാന്ധിയും ഗാന്ധിസും എന്നുള്ള പുസ്തകം. 1958 ആ പുസ്തകം വരുന്നത്. അന്നത്തെ മുഖ്യമന്ത്രി ഗാന്ധി മരിച്ച് 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആ പുസ്തകം വരുന്നത്. അത് ആദ്യം അദ്ദേഹം മഹാത്മാ ആൻഡ് ദ ഇസം എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ പരിഭാഷ, അദ്ദേഹത്തിന്റെ പരിഭാഷ. ഒരു ബൂർഷ്വാ സംസ്കാരത്തിന്റെ പൈതാളികനായും അവരുടെ ഏജന്റായും ആണ് ആ പുസ്തകത്തിൽ EMS ഗാന്ധിയെ അവതരിപ്പിക്കുന്നത്. ആ പുസ്തകം എപ്പോഴും കിട്ടാനുണ്ട്. പൊതുവെ അതൊക്കെ പഴത്തെ സ്വാതന്ത്ര്യം കിട്ടുന്നവരൊക്കെ ഓക്കെ, അത് ഗാന്ധിയെ പറ്റിയൊക്കെ നമ്മൾ സലാം പറയാം. അത് കഴിഞ്ഞാൽ 47 ആഗസ്റ്റ് 15 കഴിഞ്ഞിട്ട് ഗാന്ധിക്ക് വല്ല റോളും ഉണ്ടോ എന്ന് ആലോചിച്ച കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രഭാഷകന്റെയും എഴുത്തുകാരന്റെയും പേരാണ് സുകുമാർ എഴുതുന്നത്. അദ്ദേഹം നിരന്തരം അത് വായിക്കും, അത് പറയും. പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അദ്ദേഹം ഇംഗ്ലീഷിലും ഇതുപോലെ പച്ചവെള്ളം പോലെ പ്രസംഗിക്കും. നാളെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വ്യത്യാസം മലയാളം. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലൊക്കെ ഈ എല്ലാ കാലത്തും അവസാന കാലത്ത് ഞാനടക്കുന്ന ആളുകൾക്ക് അദ്ദേഹം ഒരു CPM-നോട് സോഫ്റ്റ് കോർണർ സ്വീകരിക്കുന്നുണ്ടോ എന്നൊരു പരാതി ഉണ്ടായി. CPM-നോട് പറഞ്ഞിട്ടില്ല, അദ്ദേഹം വലിയൊരാളാണ്, അദ്ദേഹം നടുവ് നിന്നാൽ മതി എന്നുള്ളതാണ്. ആ കാലത്ത് പോലും അദ്ദേഹം 2-3 ഒരു പ്രസംഗത്തിലോ എഴുത്തിലോ ഒരു വ്യത്യാസമില്ല. കാരണം ഗാന്ധി, നാരായണഗുരു, ക്രിസ്തു ക്രിസ്തു ക്ലാസ്സിലൊക്കെ ബൈബിൾ നിരന്തരം ഉദ്ധരിക്കും.
ഒരു വ്യത്യാസമില്ല. അദ്ദേഹം ഗീത ഉദ്ധരിക്കും പോലെ, ഉപനിഷത്ത് ഉദ്ധരിക്കും പോലെ ബൈബിൾ ഉദ്ധരിക്കും. അപ്പോ അദ്ദേഹത്തിന്റെ പ്രഭാഷണ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിരന്തരം ഗാന്ധിയെ പറ്റിയും അഹിംസയെ പറ്റിയും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോ പാർട്ടി ഭേദമല്ലാതെ മിക്കവരും അവരുടെ ബാനറുകളിലും ഒക്കെ ഗാന്ധി ചിത്രം ഉപയോഗിക്കുന്നുണ്ട്. വലിയ നക്സലിന്റെ പ്രസ്ഥാനം ആരംഭിച്ചത് ഗാന്ധി പ്രതിമയുടെ തല തകർത്തുകൊണ്ടാണ് 68-69 കാലത്ത് വെസ്റ്റ് ബംഗാളിൽ കേരളത്തിലൊക്കെ. ഇപ്പോ അവർക്ക് ഗാന്ധി വായിക്കുന്നു. ഒന്നുമില്ല, വളരെ ലളിതമാണ്. കാരണം ജനാധിപത്യമാണോ, അതിന് അഹിംസ ഇല്ലാതെ നടക്കില്ല. വളരെ ലളിതമാണ്. ഗാന്ധി നെഹ്റുവിന് എഴുതിയിട്ടുണ്ട്, അതായത് ഹിംസ മൃഗങ്ങളുടെ നിയമമാണ്, അഹിംസ മനുഷ്യന്റെ നിയമം. തീർന്നു. വളരെ ലളിതമാണത്. കാരണം ഒരു സിംഹത്തിന് മാൻപേനെ പിടിച്ച് തിന്നല്ലാതെ വേറെ വഴി അവരുടെ പ്രകൃതി. നമ്മളങ്ങനെയല്ല, നമുക്ക് അഹിംസയാണ് നമ്മുടെ നിയമം എന്ന് പറയും. അപ്പോ ഗാന്ധിയെ എങ്ങനെയാണ് ഓരോ കാലത്തും വ്യാഖ്യാനിക്കേണ്ടത്, ഓരോ കാലത്തും അവതരിപ്പിക്കേണ്ടത് എന്ന് കൃത്യമായി ആലോചിച്ചിരുന്ന ഒരാളാണ് അഴീക്കോട് മാഷ്. അദ്ദേഹത്തിന് വേറെ പണിയൊന്നുമില്ല, വേറെ തിരക്കൊന്നുമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചപ്പോ ഒരിക്കലും അദ്ദേഹം എന്നോട് പറഞ്ഞത്, അത് വിവാഹമോചനം അത്ര എളുപ്പമല്ല. കാരണം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം ഈ തമാശ. എനിക്ക് പലതും ഓർമ്മ പറയാൻ ഒരുപാടെണ്ണം പറയാൻ നേരമില്ല. ഞാൻ ഒരു സാമ്പിൾ ഒക്കെ പറയാം. ഞങ്ങള് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിൽ അഴീക്കോട് മാഷും ഞാനും മാതൃഭൂമിയിലെ KC നാരായണൻ ഇരിക്കുന്നു. മാതൃഭൂമിയിലാണ് KC നാരായണൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ആത്മകഥയെ പറ്റി സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ ആ മീറ്റിംഗ് തന്നെ ഒഴിഞ്ഞു പോകുന്നതാണ്. ആ സമയത്ത് ഒരു അധ്യാപകനായിരുന്നു വന്നു. അപ്പൊ അവരൊക്കെ 2ാം വർഷം ഞങ്ങളൊന്ന് കാര്യമായി സംസാരിക്കുകയാണ്. അപ്പൊ ഇയാളുടെ ഔചിത്യമൊന്നും കുറവായതുകൊണ്ട് അങ്ങനെ ഒരു ചൊല്ലി കേട്ടില്ലേ, മനുഷ്യൻ 3 ജാതിയാണ്, ആണ്, പെണ്ണ്, മാഷ്. അപ്പൊ ഈ മാഷ് അവിടെ ഇരുന്നപ്പോ ചായ കുടിച്ചില്ല. അപ്പൊ ഞാൻ എന്റെ കൂടെ കൊണ്ട് ചായ ഇദ്ദേഹത്തിന് കൊടുത്തു. ഞാൻ അകത്ത് പോയിട്ട് ഒരു ചായ കൂടി വേണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ വന്നില്ല. അപ്പൊ ഇദ്ദേഹം പോകുന്നില്ല. അപ്പൊ അഴിക്കോട് വിളിച്ചു, എടോ തനിക്ക് ചായ കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞില്ല സാർ. ആ കടി കിട്ടുന്നുണ്ടല്ലോ. കടി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് മറ്റേ ചങ്ങാതിക്ക് ഇതെന്താ പറഞ്ഞത് മനസ്സിലാക്കി. 2 മിനിറ്റ് കൊണ്ടാണ് പോയി. ഇങ്ങനെ എപ്പോഴും ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ശങ്കരൻ, അഴീക്കോട് മാഷിന്റെ എപ്പോഴും അഴീക്കോട് മാഷ വീട്ടിലൊരു പ്രധാന പ്രശ്നം, അരിവെപ്പുകാരൻ ഇടക്കിടയ്ക്ക് പെടുങ്ങി പോകില്ലേ മാഷ പുറത്താക്കുക. കാരണം ഈ ക്ഷിപ്രകോപിയുടെ കൂടെ അയാൾ ജീവിക്കുന്നു. അതിനൊരിക്കലും ആളില്ലാന്ന് പറഞ്ഞപ്പോൾ ശങ്കരൻ ഒരാളെ ഉണ്ടാക്കി. അപ്പൊ അതൊരു ഞായറാഴ്ച ശങ്കരൻ ഉണ്ടാക്കി. അപ്പൊ തിങ്കളാഴ്ച രാവിലെ അവനെ പിരിച്ചു വിട്ടിട്ടാണ് മാഷ് വന്ന് ശങ്കരനെ വിളിപ്പിച്ചു. എടോ താൻ പറഞ്ഞയച്ച ആള് എനിക്ക് നേരത്തെ അയാൾക്ക് ഒരു ചായ ഉണ്ടാക്കാൻ അറിയില്ല, ഞാനാ വേഗം പറഞ്ഞു. അല്ല സർ, അയാൾ വേറെ പല പുരയിലൊക്കെ നിന്നിട്ടുണ്ട്, അവിടെ ഇരിക്കാൻ കസേര കിട്ടിയിട്ടുണ്ടാവില്ല. ഇങ്ങനെ എന്ത് പറഞ്ഞാലും അത് തിരിച്ച് ഒരു മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തെ തോൽപ്പിക്കുന്നത് ബഷീർ മാത്രം, അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്ത്. ബഷീർ എപ്പോഴും അഴീക്കോട് മാഷ് കളിയാക്കിയിട്ട് കത്തായി. അപ്പൊ ഒരു കത്ത് ഇങ്ങനെയാണ്, പ്രിയപ്പെട്ട തത്വമസി, പ്രിയപ്പെട്ട തത്വമസി, താങ്കളുടെ കത്ത് ഇവിടെ കിട്ടി. അപ്പം എനിക്കത് വായിക്കാൻ പറ്റില്ല. മോശം കൈയക്ഷം വളരെ മോശം. ഞാൻ പറയും, എനിക്ക് വളരെ പ്രിയപ്പെട്ട 3 ആളുടെ കൈയക്ഷം വളരെ മോശം. ഒന്ന് മഹാത്മാഗാന്ധി, വേറൊന്ന് അഴീക്കോട് മാഷ്, വേറൊന്ന് കുഞ്ഞുണ്ണി മാഷ്. ഒരു രക്ഷയില്ല കൈയക്ഷം. ബഷീർ പറയണം, ഈ വായിക്കാൻ പറ്റില്ല, എന്റെ വായിലൊക്കെ മക്കൾക്കൊന്നും വായിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ അവസാനം ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പ് കൊണ്ടു കൊടുത്തു. അപ്പൊ അയാൾ 2 ഗുളികയും 2 ടോണിക്കൊക്കെ പരിഹാസം ബഷീറിന് പിന്നെ കേട്ടോ. ഈ അഴീക്കോട് മാഷ പ്രസംഗം സാഗര ഗർജനമാണ് എന്ന് പറഞ്ഞ ബഷീർ. അത് 81 എന്നോട് ഒരു ഇന്റർവ്യൂല പറഞ്ഞ മൗലിക അടിച്ചു വന്നു സാഗര ഗർജന. അപ്പോ പറയുന്നത് ഇങ്ങനെ സമൂഹത്തെ രൂപീകരിക്കുക,
അതിൻ്റെ സ്വഭാവത്തെ നിരന്തരം വിമർശിക്കുക. മാഷ് പറയുന്നത് കാര്യം, അധ്യാപകനാണ് പാഠപുസ്തകം എന്നൊരിക്കലും എന്നോട് പറഞ്ഞു. അത് പണ്ട് ഗാന്ധി പറഞ്ഞതാണ്, ടീച്ചർ ഈസ് ദി ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ ഈ തരത്തിൽ കുട്ടികളുടെ സ്വഭാവമാണ് പ്രശ്നം, അവരുടെ മൂല്യങ്ങളാണ് പ്രശ്നം, ഒരു സമൂഹത്തിലെ രാഷ്ട്രീയക്കാരുടെ മൂല്യങ്ങളാണ് പ്രശ്നം. അഴിമതിയില്ലാതെ, ഹിംസയില്ലാതെ, ഈ തരത്തിൽ ജാതി മതനിഷ്ഠമായ പക്ഷപാതങ്ങളില്ലാത്ത ഒരു സമൂഹം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്ന് ഒരു ഗാന്ധിയൻ പശ്ചാത്തലത്തിൽ ആലോചിച്ച് അതിനനുസരിച്ച് ജീവിച്ച ഒരാളാണ്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ അനുഭവിക്കുന്ന ഒരു ദുരിതം എന്താണ്? ഒരു അന്യായം നടന്നത്. കവി പറഞ്ഞു, ഒരു നഗരത്തിൽ ഒരു അന്യായം നടന്നിട്ട് അതിന് സമാധാനം ഉണ്ടായില്ലെങ്കിൽ അത് അന്ന് രാത്രി തീ പിടിച്ച് നശിക്കുന്നതാണ് നല്ലത്. അന്യായത്തിന്റെ അഴിക്കോട് ഭാഷ എപ്പോഴും അതിൽ ഇങ്ങനെ നെരിപ്പോട് പോലെ പുകയുന്ന ഒരു മനസ്സാണ്. എപ്പോഴും എവർ റെഡി, അതിന് ക്ഷീണമില്ല, മടുപ്പില്ല, മടിയില്ല. എപ്പോഴും ആവർത്തനം വരും പ്രസംഗത്തിൽ. അദ്ദേഹം ആക്രോശം വരും. അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറയുന്നത് ഒരു പ്രസംഗത്തിന് 3 അംശമുണ്ട്. വിചാരമുണ്ട്, വികാരമുണ്ട്, വിവേകമുണ്ട്. ഇത്രയധികം ആളുകളെ വികാരം കൊള്ളിക്കുന്ന പ്രസംഗം ഞാൻ വേറെ കേട്ടു. ഞാൻ വളരെ പ്രധാനപ്പെട്ട പല പ്രസംഗവും കേട്ട ആളാണ്. കാരണം എനിക്ക് പ്രസംഗത്തിൽ താല്പര്യമായതുകൊണ്ട് ഞാൻ ചെറുപ്പത്തിൽ ഇത് കേൾക്കാൻ പോകും. കാരണം ഇന്നാണ് യൂട്യൂബ് തുറന്നത്, അന്ന് യൂട്യൂബ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇന്ദിരാഗാന്ധി, മൊറാർജി ദേശായി, മധുരിമായി, അങ്ങനെ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, അങ്ങനെ അനവധി ആളുകളുടെ പ്രസംഗം കേട്ടിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുല്ല. അഴിക്കോട് ഭാഷ കൊടുങ്ങല്ലൂർ പറയും, അത് നാനാരസപ്രധാനമായ ഒരു പ്രകടന കലയാണ്. അതിലെപ്പോഴും വികാരമുണ്ട്. പ്രസംഗത്തിൽ എന്താണ് ആളുകൾക്ക് ഇത്ര കമ്പം വരുന്നത് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ശരീരത്തിൽ അനുഭവപ്പെടും. അദ്ദേഹം ധാർമ്മിക രോഷം കൊണ്ട് പൊട്ടിത്തെറിക്കുമ്പോൾ നമ്മൾ ധാർമ്മിക രോഷം കൊണ്ട് അദ്ദേഹം നേതാക്കന്മാരെയോ അവരൊക്കെ പരിസ്ഥിതി ഒരു ഉദാഹരണം പറയും. അഴിമതി എന്നുള്ള വാക്ക് തെറ്റാന്ന് പറയും. അതാ അതിന് മതി എന്നുണ്ട്. അഴിമതി നടത്തുന്ന ഒരിക്കലും മതി വരില്ല. അതുകൊണ്ട് ആ വാക്ക് മാറ്റണം എപ്പോഴും. അപ്പോ പ്രസംഗത്തിന്റെ ഞാൻ കേട്ട ഏറ്റവും നല്ല നിർവചനം ലോകപ്രസിദ്ധനായ പ്രഭാഷകൻ വിൻസ്റ്റൺ ചർച്ചിൽ നടത്തി. ചർച്ചില് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ 2ാം ലോകമഹായുദ്ധം നയിച്ചത് ചർച്ചിലാണ് എന്നൊരു കഥയുണ്ട്. ചർച്ചിൽ പ്രോബ്ലം അതിനൊരു കഥ. 2ാം ലോകമഹായുദ്ധം ജയിച്ചത് ബുള്ളറ്റ് കൊണ്ടല്ല, ചർച്ചിലിന്റെ വാക്കുകൊണ്ടാണ്. കാരണം യുദ്ധമുന്നണികളൊക്കെ റേഡിയോയിൽ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിക്കാം, ഇവരെ ഉശിരി പിടിപ്പിക്കാൻ. അദ്ദേഹം പ്രസംഗത്തിന് കൊടുത്ത ഒരു നിർവചനം, വിചാരത്തെ വികാരമാക്കുന്ന കലയാണ് പ്രസംഗം. എങ്ങനെ? വിചാരത്തെ വികാരമാക്കുന്ന കല. അപ്പൊ നിങ്ങളെ ചിരിപ്പിക്കാനും, നിങ്ങളെ ദേഷ്യപ്പിടിപ്പിക്കാനും, നിങ്ങളെ സങ്കടപ്പെടുത്താനും, അങ്ങനെ വൈകാരികമായി നിങ്ങളെ ബാധിക്കുന്നില്ലെങ്കിൽ ഒരു പ്രസംഗം നിങ്ങളെ ബാധിക്കും. വിവരം ഉണ്ടാവും. ആ വിവരത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രസംഗം കേൾക്കാൻ പോകും. അഴിക്കോട് ഭാഷയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പലപ്പോഴും അഹിംസയൊന്നുമില്ല, കടന്നാക്രമണം. അദ്ദേഹത്തിനൊരു സിദ്ധാന്തമുണ്ട്, ഖണ്ഡന വിമർശനമാണ് വിമർശനം. കുട്ടീഷമാരായ ഷഷ്ടിപൂർത്തിക്ക് കോഴിക്കോട് ഒരു മീറ്റിംഗ് നടത്തി. അതിൽ മുണ്ടശ്ശേരി ഭാഷ തുടങ്ങിയുള്ള ആളുകളൊക്കെ എഴുതിയ അവതരിപ്പിച്ച പ്രബന്ധം, അഴിക്കോട് ഭാഷ പ്രബന്ധമാണത്. ഖണ്ഡന വിമർശനമാണ് വിമർശനം. അദ്ദേഹത്തിന്റെ രമണൻ മലയാള കവിത എന്നുള്ള പുസ്തകവും ശങ്കരക്കുറിപ്പ് വിമർശിക്കുന്ന പുസ്തകവും വള്ളത്തോളിനെതിരായി നടത്തിയിട്ടുള്ള അനേകം പ്രസംഗങ്ങളും പ്രബന്ധങ്ങളും അതിലൊക്കെ ഖണ്ഡനം വളരെ പ്രധാനം. പക്ഷേ അദ്ദേഹത്തിന്റെ സാഹിത്യ നിരൂപക ജീവിതത്തിലുള്ള സംഭാവനയായിട്ട് ആൾക്കാരൊക്കെ എടുക്കുന്നത് സീതാകാവ്യാണ്. ചിന്താവിഷയായ സീത എന്നുള്ള പുസ്തകത്തിന്റെ പേര് തന്നെ ആൾക്കാരിപ്പോ സീതാകാവ്യ എന്നാ പറയും. ഇതിന്റെ പ്രധാനം കൊണ്ടാണ്. അപ്പോ എനിക്ക് ആ സിദ്ധാന്തം ശരിയാണ് എന്ന് തോന്നുന്നില്ല. കാരണം ഖണ്ഡനം വേണ്ടേ? ഖണ്ഡനം മാത്രമാണ് വിമർശനം എന്ന് പറഞ്ഞാൽ അഴിക്കോട് ഭാഷ നിരൂപണത്തിൽ തന്നെ അത് യോജിക്കുകയില്ല. സീതാകാവ്യത്തിന് ഖണ്ഡനമൊന്നും മണ്ഡലം മാത്രമേ. പക്ഷേ
അന്ന് മുണ്ടശ്ശേരിയും മാരാരും വഴിക്കൊടുക്കുന്ന കാലത്ത് നിരൂപണം ഒരു വലിയ വിഷയമായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അധ്യാപകൻ ഒരാളാണ് സമൂഹത്തിൽ എന്ന് അവന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കും. ഇതുപോലെ നിരൂപകന്മാർ എന്ത് പറയുന്നു എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു പുസ്തകം വന്ന് അതിനെപ്പറ്റി ഏത് നിരൂപകൻ എന്ത് പറഞ്ഞപ്പോ നിരൂപണം എന്നല്ലാതെ വഴിപുറമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ മാത്രമല്ല പലരും പറഞ്ഞിട്ടുണ്ടാവും. അതേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സാഹിത്യ നിരൂപണം നിർത്തിയിട്ട് സാംസ്കാരിക നിരൂപണം, രാഷ്ട്രീയ നിരൂപണമായി. ലേഖനങ്ങളൊക്കെ അങ്ങനെയായി. അപ്പൊ ഗുരുവിന്റെ ദുഃഖം എന്നുള്ള പ്രസിദ്ധമായ ലേഖനം, ആ സമാഹാരത്തിൽ ആ പേരോട് സമാഹാരം. അപ്പോ ഗദ്യത്തിന്റെ എല്ലാ ഭംഗിയും ശക്തിയും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു മലയാള ഗദ്യം. ഗദ്യം നേരാക്കുന്ന ആരാണ്? സംസ്കൃതത്തിൽ പറഞ്ഞത് കവികളാണ് ഗദ്യം നേരാക്കുന്നത്. കവിയുടെ കഴിവ് എങ്ങനെ അറിയാം? അത് ഇത് ഒലിച്ചു നോക്കണം. ഗദ്യം എങ്ങനെയുണ്ട്? ഗദ്യം കവീനാം നികഷം വന്നത്. കവികളുടെ ഉരകല് നികഷം ഗദ്യമാണെന്ന് പറയും. നമ്മുടെ നാട്ടിൽ എപ്പോഴും ഗദ്യം മിക്കതും വായിക്കാൻ കഴിയും. ഞാൻ മിക്കതും വായിക്കില്ല, എനിക്ക് മനസ്സിലാവില്ല. അപ്പോ ഇതൊരു അതിശയോക്തി പറഞ്ഞാൽ മനസ്സിലാവാത്ത മനസ്സിലായെന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോ ചാനൽ ചർച്ചകൾ കഴിഞ്ഞാൽ, വേറെ എവിടെയും അവരെ സോഷ്യൽ മീഡിയ കഴിഞ്ഞാൽ കൃത്യമായ പുസ്തക നിരൂപണത്തിൽ സാധനം ഇല്ല. കാരണം നിരൂപണത്തിൽ മണ്ഡനം മാത്രമേ പാടുള്ളൂ, ഖണ്ഡനം പാടില്ല എന്നാണ് പ്രസാദകർ വിചാരിക്കുന്നത്, ഗ്രന്ഥകാരന്മാർ വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ എഴുതി അയച്ചാൽ, ഞാനൊരു ബുക്കിൽ നിരൂപണം എഴുതി, ആ ഗ്രന്ഥകാരൻ എൻ്റെ ആദ്യം ശത്രു. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളെ, ഞാൻ സത്യം എഴുതി. ഞാൻ പഴയ കാലത്താണെങ്കിൽ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ മാതൃഭൂമിയിൽ ഡൽഹിയിൽ സബ്-എഡിറ്ററായിരിക്കുമ്പോൾ അന്ന് വീട്ടിൽ നോക്കുന്ന ജി എ പിള്ള എന്നെ വിളിച്ചു. ഞാൻ പണ്ടേ അറിയുന്നതാണ്. പാടും എന്നൊക്കെ എന്നെ വിളിച്ചോണ്ട് പോയി. എന്നിട്ട് പറഞ്ഞു, ഈ പുസ്തകത്തിന്റെ റിവ്യൂ എഴുതിക്കൊണ്ടാകും. ഞാൻ നോക്കുമ്പോൾ 5 പുസ്തകം. ഞാനൊന്നും ഞെട്ടി. ഞാനൊന്നും ചെറിയതാണ്, 37 വയസ്സായിരുന്നു. മാതൃഭൂമിയിൽ റിവ്യൂ എഴുതാൻ ഞാൻ ആയിട്ടില്ല എന്നാണ് എൻ്റെ കണക്ക്. അപ്പൊ ഞാൻ മനസ്സിലായി, ഇതിലൊരു പുസ്തകം റെസിഡന്ററിയുടെ ആണോ? അന്ന് റെസിഡന്റർ AP ദേവൻ എൻ്റെ അപ്പോയിൻമെന്റോട് ഒപ്പിട്ട ആളാണ്. അദ്ദേഹത്തിന് മുമ്പിലാണ് ഞാൻ സൈൻ ചെയ്തത്. എൻ്റെ ഇമ്മീഡിയറ്റ് ബോസാണ് AP ദേവൻ. അദ്ദേഹത്തിന്റെ കാൽപ്പന ചുണ്ടയ്ക്ക എന്നുള്ള പുസ്തകം. അപ്പൊ ഞാൻ GM പിള്ള മാഷോട് പറഞ്ഞു, റെസിഡന്റിന്റെ ബുക്കിനെ പറ്റി എനിക്ക് വലിയ മതിപ്പില്ല, അദ്ദേഹത്തിന് എഴുതിയെ പറ്റി വലിയ മതിപ്പില്ല, അതുകൊണ്ട് ഇത് എന്നെ ഏൽപ്പിക്കുന്നത്. അതിനാണ് എഴുതിക്കൊണ്ടെന്ന്. അപ്പൊ ഞാൻ വളരെ ആലോചിച്ചു, എനിക്ക് ജോലി കിട്ടിയത് 5-6 മാസമായിട്ട്. റെസിഡന്റിന്റെ ബുക്കിന്റെ റിവ്യൂ ചെയ്ത് ആ ജോലി ഇപ്പോഴാണ് ആലോചിച്ചു. ജോലി ഇടാനൊക്കെ വളരെ വിഷമമുള്ള കാലം. അന്ന് ഈ BA MA ഒന്നുമില്ല, മലയാളം MA കഴിഞ്ഞാൽ എന്തൊക്കെ ജോലി ഈ പത്രപ്രവർത്തനമൊക്കെ. ഞാൻ പിന്നെ ബലന്ത് വെച്ച് കാണാൻ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള മാതിരി എഴുതി, അതിനെപ്പറ്റുള്ള കുറ്റമൊക്കെ എഴുതി അവിടെ കൊണ്ടുകൊടുത്തു. GM പിള്ള യാതൊരു വെട്ടും തിരുത്തലും ഒന്നുമില്ലാതെ അത് അങ്ങനെ തന്നെ പ്രസിദ്ധീകരിച്ചു കേട്ടോ. നിങ്ങൾ വിശ്വസിക്കുക. മാതൃഭൂമി ഓഫീസിൽ ഒരാൾ എന്നോട്, താൻ എന്താണോ ഈ റെസിഡന്റിനെതിരായിട്ട് ഇങ്ങനെ റിവ്യൂ എഴുതി ചോദിച്ചത്? ഇതായത് ഞങ്ങളുടെ യൗവനകാലത്തൊരു സ്ഥിതി. ഇന്ന് എന്താ സ്ഥിതി നടിച്ചു? കാരണം ഒരു പുസ്തകത്തിന്റെ റിവ്യൂ വന്നാൽ ആ പ്രസാധകർ പിന്നെ ഈ പത്രക്കാരുടെ പരസ്യം കൊടുക്കില്ല, വീക്കിലിക്കാരുടെ പരസ്യം കൊടുക്കില്ല, പിന്നെ ആജന്മ വൈരം നേടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇന്നിപ്പോ അഴിമതി ഭാഷയെ പറ്റി ആലോചിക്കുമ്പോൾ ഈ പുസ്തക നിരൂപണം, അദ്ദേഹം അവസാന കാലത്ത് ഇപ്പോൾ SK ഭാഷ കേരള എഴുതുന്ന കണ്ടുവന്ന് നല്ല ഒന്നാമതൊരു നിരൂപണം അദ്ദേഹം ഭാഷാഭൂഷൺ എഴുതി. പിന്നിപ്പോ നിരൂപണം എന്നുള്ളത് ഏതാണ്ട് ഇല്ലാതെയായി. നമ്മുടെ ഇപ്പോ കഥാകാരന്മാരും നോവലിസ്റ്റുകളൊക്കെ ഗദ്യം ഉപയോഗിക്കുമ്പോൾ അവരുടെ കൂടെ കഥാപാത്രങ്ങളും വികാരങ്ങളും ഒക്കെ ഉണ്ടാവും. നിരൂപകന്റെ ഗദ്യത്തിലാണെന്നുണ്ടെങ്കിൽ അവന്റെ യുക്തിയോ അവന്റെ നർമ്മമോ അങ്ങനെ വേണം. അതുകൊണ്ട് നമുക്കിപ്പോ ഒരു സ്ഥലത്തും എതിര് പറയുന്നതൊക്കെ ശത്രുത കൊണ്ടാണ് എന്ന് വിചാരിക്കും. ബഷീറൊക്കെ സുഹൃത്തുക്കൾ, അഴിക്കോട് മാഷൊക്കെ, മാലാര് ജി ശങ്കരക്കുറുപ്പിന്റെ അടുത്ത സുഹൃത്താണ്. എറണാകുളത്ത് പോയി അവിടെ താമസിക്കും. അവരുടെ മാലാന്റെ കത്തുന്ന പുസ്തകത്തൊക്കെയാണ്. പക്ഷേ കുറുപ്പ് മാഷ ഒരു കവിതയെ പറ്റി മാലാട് നല്ല വാക്ക് പറഞ്ഞിട്ടില്ല, മറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലീലാവതി ടീച്ചർ നിരൂപണത്തിലേക്ക് വരുന്നത് നിമിഷം എന്നുള്ള കവിതയെ ആക്ഷേപിച്ച് മാലാര് എഴുതിയ നിരൂപണത്തിന് ഒഴിവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ജനാധിപത്യത്തിന്റെ ശക്തി കുറയുന്നത് കൊണ്ടാണ് ഇപ്പോ പാർട്ടിക്കകത്ത് വിമർശനമില്ലാത്തത്. അഴീക്കോട് മാഷ്
കോൺഗ്രസിന്റെ വേദിയിൽ പ്രസംഗിക്കുമ്പോഴും കോൺഗ്രസുകാർക്കെതിരായിട്ട് സംസാരിച്ചത്, കമ്മ്യൂണിസ്റ്റുകാരുടെ വേദിയിൽ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് സംസാരിച്ചത് എപ്പോഴും. അപ്പോ ഞാൻ പറയുന്നത് ഈ തരത്തില് സത്യമാണ് പ്രധാനം, അഹിംസയാണ് പ്രധാനം, മൂല്യങ്ങളാണ് പ്രധാനം, നമ്മുടെ പാർട്ടി ബന്ധങ്ങളോ നമ്മുടെ വ്യക്തിബന്ധങ്ങളോ അല്ല എന്ന് നിരന്തരം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ സാംസ്കാരിക ജീവിതം അദ്ദേഹം ചെയ്തു. ചെറിയ കാര്യമല്ല, അതിലൊരു ശുദ്ധീകരണമുണ്ട്. അപ്പൊ നമുക്ക് എന്ത് നടന്നാലും ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ആരെങ്കിലും ഒരാൾ അത് പറഞ്ഞാൽ അതിലൊരു ആശ്വാസം. മുഹമ്മദിന്റെ ഒരു വചനമുണ്ട്, ഒരു അന്യായം കണ്ട നീ കൈകൊണ്ട് തടയണം, അത് പറ്റിയില്ലെങ്കിൽ വാക്കുകൊണ്ട് തടയണം, അതും പറ്റിയില്ലെങ്കിൽ മനസ്സുകൊണ്ട് അതിനെ വെടിയണം. ഇവിടുത്തെ 90കളിൽ ആരംഭിച്ച സംഘപരിവാറിന്റെ ഹിന്ദുരാഷ്ട്ര രാഷ്ട്രീയത്തിനെതിരായിട്ട് മരണം വരെ നിരന്തരം പോരാടിയ ഒരാളാണ് അഴീക്കോട് മാഷ്. ആ പോരാട്ടത്തിന് ഒരു ഭംഗിയുള്ളതെന്ന് വെച്ചാൽ അദ്ദേഹം ഉദ്ധരിക്കുന്നത് ഉപനിഷത്തുകളും വേദങ്ങളും കാവ്യങ്ങളൊക്കെ. ബാബരി പള്ളി പിടിച്ചു കഴിഞ്ഞപ്പോൾ തൃശ്ശൂരിൽ സാഹിത്യ അക്കാദമിയുടെ മുറ്റത്ത് അദ്ദേഹത്തിന്റെ 7 ദിവസത്തെ പ്രസംഗം. എനിക്ക് സാഹചര്യവശാലും പോകാൻ പറ്റി. അദ്ദേഹത്തിന് എന്താണ് ഭാരതീയത എന്നാണ് അതിന്റെ ഹെഡിങ്. അത്ഭുതമാണ്. അന്നത്തെ ഓരോ പ്രസംഗവും അതിന്റെ ചുരുക്കം മലയാള മനോരമ ലേഖന രൂപത്തിൽ അത് അന്നന്ന് പ്രസിദ്ധീകരിച്ചു. പിന്നെ മാഷ തിരക്കൊണ്ട് ആ പുസ്തകം വന്നത് 5ാമത്തെ കൊല്ലം. എന്താണ് ഭാരതീയത? 1ാം തരം. അതായത് ഇന്നത്തെ ഈ മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും ഇസ്രായേലിന്റെ ഒക്കെ യഹൂദന്മാരുടെ ഒക്കെ മതരാഷ്ട്രം എന്നുള്ള സാധനം എത്ര അസംബന്ധമാണ് എന്നും ഇന്ത്യൻ പാരമ്പര്യം എങ്ങനെയാണ് ഇവിടെ ഹർഷന്റെ കാലത്താണെങ്കിലും അക്ബറിന്റെ കാലത്താണെങ്കിലും ഒക്കെ എങ്ങനെയാണ് ഈ ഇവിടെ മതങ്ങൾ ഒരുമിച്ച് ജീവിച്ചത്, നമ്മുടെ സഹജീവിതം എത്ര ഗംഭീരമായിരുന്നു എന്ന് കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. അതിൽ സംഭവങ്ങൾ, ഉദ്ധരണികൾ, കൊല്ലങ്ങളൊക്കെ കൊടുത്തെല്ലാം വളരെ കൃത്യമായിട്ട്. അപ്പൊ ഈ തരത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു മാതൃക ഞാൻ പറയാം. മാറാട് കലാപുണ്ടായി. ആലോചിക്കണം, ഈ ആധുനിക കേരളത്തില് ആദ്യത്തെ വർഗീയ കലാപം ഉണ്ടാകുന്നത് 71-ൽ തലശ്ശേരി. അന്ന് അത് വായിച്ച് ഞെട്ടിയ ഒരാളാണ് ഞാൻ. അന്ന് ഇവിടെ സമാധാന പ്രവർത്തനത്തിന് വന്ന കൂടുതൽ ഞാനുണ്ടായിരുന്നു. ഞാനന്ന് BA ഫസ്റ്റ് BA പഠിക്കും. അപ്പോ ഇത് കഴിഞ്ഞിട്ട് മാറാട് കലാപുണ്ടായി. അപ്പോ ചില്ലറ പ്രയാസമല്ല ഞങ്ങൾ അനുഭവിച്ചു. 2 കലാപുണ്ടായി. തലശ്ശേരി കലാപത്തിലായാലും കൊന്നിട്ട് കൊള്ള മാത്രമേ ഉണ്ടായിരുന്നു, അക്രമം മാത്രമേ ഉണ്ടായിരുന്നു, കൊലപാതകം ഉണ്ടായിട്ടില്ല. ഇതിന്റെ ഇടയിൽ അഴീക്കോട് മാഷ് ഒരു പ്രസംഗം ഉണ്ടായിരുന്നു കോഴിക്കോട്ട് നടന്നത്. തിങ്ങി നടന്ന ജനം. അതെന്താ പ്രസംഗിക്കുന്നത്? ഞാൻ അമ്പലം നോക്കി എന്താണ് മാഷോട് പറയാൻ പോകുന്നത്? അദ്ദേഹം പറയാൻ, നമുക്ക് പല തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അത് വ്യക്തികൾക്ക് പറ്റും, സമൂഹത്തിന് പറ്റും. അതൊക്കെ നമ്മൾ മറികടന്നവരാണ്. എന്നിട്ട് അദ്ദേഹം മലബാർ കലാപകാലത്തെ കാര്യങ്ങൾ, അന്ന് അബ്ദുറഹിമാനും കേശവമേനും നാരായണമേനും മൊയ്തുമോനും ഒക്കെ ചെയ്ത കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ വളരെ വേഗം മറികടന്ന് നമ്മൾ സൗഹാർദ്ദം പുലരുന്ന ഒരു മണ്ഡലത്തിലേക്ക് പോവാണ് എന്ന് പറഞ്ഞ് ഗംഭീരമായി പ്രസംഗിച്ചു. 1 മണിക്കൂർ. ആ സമയത്ത് ആ സഭയിൽ അവിടെ 300 ആളെ കൂടുള്ളൂ, ഒരു 500 ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ തോന്നിയ ആശ്വാസം എത്രയാണ് എന്ന് എനിക്ക് അനുഭവം കൊണ്ടറിയാം. അപ്പൊ ഇങ്ങനെ ഒരു പ്രഭാഷകൻ ആളുകളെ സമരത്തിന് പ്രേരിപ്പിക്കുന്ന മാതിരി തന്നെ ഒരു യുദ്ധകാല പരിസ്ഥിതി അവരെ സമാധാനിപ്പിക്കാനും അവരെ ആശ്വസിപ്പിക്കാനും കൂടി ആ വാക്കുകൾ ഉപയോഗിക്കണം. ആ തരത്തില് ഒരു അദ്ദേഹം ആര്യശാലയിൽ പോയി വൈദ്യം പഠിച്ച് ഞാൻ പറഞ്ഞു. അദ്ദേഹം ഒരു ചികിത്സകനായിരുന്നു. നമ്മുടെ അനവധി രോഗങ്ങൾക്കൊരു ചികിത്സ ഉണ്ടായിരുന്നു. പിന്നെ അന്നൊരു ആളുകൾക്ക്, രാഷ്ട്രീയക്കാർക്കും സാഹിത്യകാരന്മാർക്കും ഒരു വേട്ട ഉണ്ടായിരുന്നു. അഴീക്കോട് എന്ന് പറയും.
ശരി കാര്യമില്ല. ചോദിക്കാനും പറയാനും ആളുണ്ട് എന്നുള്ള ഒരു അവസ്ഥ അവനവന്റെ പ്രഭാഷണം കൊണ്ടും പ്രബന്ധം കൊണ്ടും ക്ലാസ് കൊണ്ടും സൃഷ്ടിക്കാൻ പറയുന്നത് ചെറിയ കാര്യം. ഞങ്ങളൊക്കെ അവിടുന്ന് എന്തെങ്കിലും വീട് കിട്ടിയതുമായിട്ട് നടക്കുന്ന ആളുകൾ. അപ്പൊ അത് ആലോചിക്കുക, അതിന്റെ ഞങ്ങളുടെ പരിമിതി. അദ്ദേഹത്തിന് അനവധി, ഞാൻ പറഞ്ഞല്ലോ, അനേകായിരം ശിഷ്യന്മാരുണ്ട്. അത് പിന്നെ ഏകലവന്മാര് ധാരാളം പേറി നേരിട്ട് പഠിപ്പിക്കാത്ത ആളുകൾ. ഇന്നിപ്പോ സുകുമാർ അഴീക്കോടിൽ നിന്ന് ഈ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്ന ഘട്ടത്തിൽ മലയാളികൾക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എന്താണ് ഗാന്ധി പറഞ്ഞത് എന്ന് ശ്രദ്ധിക്കാന്നുള്ളതാണ്. ജീവിതകാലം മുഴുവൻ അഴീക്കോട് ഭാഷ കൊണ്ടുനടന്ന കാര്യം. ഗാന്ധിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല, അദ്ദേഹം ദൈവമാണെന്നും പൂജാവിധി ഒന്നും അല്ല ഞാൻ പറയുന്നു. എനിക്കങ്ങനെ ആരോടൊരു പൂജ എന്നുള്ള ആളല്ലേ. എന്നുവെച്ചാല് ഈ അദ്ദേഹം സ്വാതന്ത്ര്യം ആണോ പറ്റിയ, അത് ബ്രിട്ടീഷുകാർ പോവാ, അങ്ങനെയല്ല ഗാന്ധി മനസ്സിലാക്കി. അദ്ദേഹം 3 കാര്യത്തിന് ഊന്നൽ കൊടുത്തു. 1 മതസൗഹാർദ്ദം, 2 സ്വാശ്രയം, 3 നമ്മുടെ സാമൂഹ്യ നവോത്ഥാനം. ഈ സാമൂഹ്യ നവോത്ഥാനം ഇല്ലാതെ കൊണ്ട് കാര്യമില്ല, മതസൗഹാർദ്ദം ഇല്ലാതെയും കാര്യമില്ല, സ്വാശ്രയത ഇല്ലാതെയും കാര്യമില്ല. ഇത് വളരെ സാമ്പത്തിക രംഗവും ചരിത്രവും ഒക്കെ കൃത്യമായി തിരിയുന്ന ഒരാളായിരുന്നു ഗാന്ധി. അതുകൊണ്ട് അഴീക്കോട് ഭാഷയ്ക്ക് എളുപ്പമുണ്ട്. കാരണം അതെടുക്കാൻ അദ്ദേഹത്തിന് സാമൂഹ്യ നവോത്ഥാനം എടുക്കാൻ നാരായണ ഗുരു വാഗ്ദാനം ധാരാളമാണ്. പിന്നെ ഗാന്ധി പറഞ്ഞ അനവധി കാര്യങ്ങൾ ഇപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലാവുന്നത്. അഴീക്കോട് ഭാഷ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് എന്ന് ഇപ്പോ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഈ കാര്യം മനസ്സിലാവും. അതുകൊണ്ട് ഇന്നിപ്പോ മതത്തിന്റെ പേരുള്ള ധ്രുവീകരണം, അഴീക്കോട് ഭാഷ പ്രസംഗം കേട്ടിട്ട് എനിക്ക് അനുഭവമുള്ള ഒരു കാര്യം. ഞാൻ രാവിലെ തൃശ്ശൂർ ചെന്നപ്പോൾ എടോ ഇവിടെ ഒരാൾ വന്നു പോയി. ചാരസ താൻ കേട്ടത് ഏറ്റവും വലിയ കൗതുകം. ഒരാണ് കോട്ടയത്തെ 10-25 കൊല്ലമായിട്ട് RS പ്രവർത്തിക്കുന്ന ഒരുത്തൻ എന്റെ പ്രസംഗം കേട്ടിട്ട് അവൻ അത് രാജിവെച്ചു. എന്നിട്ട് ഇവിടെ വന്ന് എന്നോട് പറയാൻ വേണ്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, സാറ് ആരോടും ആ മനുഷ്യന്റെ പേര് പറയുന്നു. അന്നോട് ഞാൻ മനസ്സിലായി അയാൾക്ക് എന്താ വരാൻ സാറിനോ എനിക്കോ ആർക്കും തടയാൻ കഴിയും. അതുകൊണ്ട് ആ പേര്, കാരണം അദ്ദേഹം നിങ്ങൾക്ക് അറിയുന്ന മാതിരി അത്യാവശ്യത്തിനും ആവശ്യത്തിനും അനാവശ്യത്തിനും വിവാദം ഉണ്ടാക്കുന്ന ആളാണ് അഴീക്കോട് ഭാഷ. അദ്ദേഹത്തിന് പാർട്ടിക്കാർ വന്നപ്പോ അദ്ദേഹം രാജ്യസഭയിലൊക്കെ അദ്ദേഹം എന്താ പറയുന്നില്ല, ഭാഷ പറയും ഞാൻ എന്താണ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടാവില്ല. കൊടുങ്ങല്ലൂർ ഒരു മീറ്റിങ്ങില് ഞാനവിടെ അദ്ദേഹത്തോട് സംസാരിക്കാൻ പോയി. അദ്ദേഹം മുഹമ്മദ് അദ്ദേഹം പറയാണ്, സ്വന്തം തേജസ്സിൽ കത്തി എരിഞ്ഞു പോയ അബ്ദുറഹിമാൻ എന്ന് പറഞ്ഞു. ഇതൊരു വാക്യം തന്നെ. ഒരു 2-3 മാസം കഴിഞ്ഞ് ഞങ്ങൾ യാത്ര ചെയ്യാൻ സാർ ഇങ്ങനെ വാക്യം കേട്ടിട്ടുണ്ട്. എന്താ അത്? ഞാൻ വീണ്ടും പറഞ്ഞു, സ്വന്തം തേജസ്സിൽ കത്തി എരിഞ്ഞു പോയ അബ്ദുറഹിമാൻ. വളരെ നന്നായിട്ടല്ലോ, ഇതാരും പറഞ്ഞാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞു ഞാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു കൊടുങ്ങല്ലൂർ നമ്മൾ 2 പേരുടെ ഒരു മീറ്റിംഗ് അവിടെ ഞാൻ പറഞ്ഞത് നന്നായിരിക്കുന്നല്ലോ. ഒരു ഓർമ്മിക്കതില്ല, ഇങ്ങനെ വെളിച്ചപ്പാടാണ്, ഇങ്ങനെ ഉറയും, ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്ന ഒരു വെളിച്ചപ്പാട് ആണ് ഇത്. അദ്ദേഹത്തോട് ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന് ഏതാഷ്ടല്ലാതെ അതൊന്നും തീർക്കാൻ കഴിയില്ല. ഞാൻ പണ്ടേ പറഞ്ഞ ടൈം ബോംബാണ്, എപ്പോഴാ പൊട്ടിത്തെറിക്കില്ല. പക്ഷേ പൊട്ടിത്തെറിച്ചാലൊക്കെ ഉണ്ടല്ലോ കുട്ടികളെ വായിക്കാൻ. ആരെങ്കിലും എന്നെ പറ്റി എന്തെങ്കിലും ഏഷണി പറഞ്ഞു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആരോ പറഞ്ഞു, ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. അപ്പോൾ മാഷ പടങ്ങും, ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല. 1-2 മാസം കഴിഞ്ഞ് ഇടയ്ക്കൊന്ന് വിളിക്കലും ഒരു കത്തായിരിക്കും. അപ്പോൾ ഞാൻ വലിയൊരു ഡിസ്കഷനില്ല. പല കാര്യങ്ങളും ചെറിയ കുട്ടികളെ വായിക്കും. അതായത് മുഖസ്തുതിയൊക്കെ വലിയ ഇഷ്ടമാണ്. ഞാൻ അമ്പരം ഈ മഹാപണ്ഡിതൻ ഈ മുഖസ്തുതിയിൽ ഇങ്ങനെ ലഭിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് സംസാരിക്കാൻ വിഷയം ഇല്ലാതെ ആരും ബുദ്ധിമുട്ടില്ല. എന്താണ് സാറിന് അന്നത്തെ ആ പ്രസംഗം എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം ചെയ്യുവാണ് വിളിച്ചോ പ്രസംഗം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പറയുമ്പോൾ നമ്മള് ചിരിച്ച് കളിച്ചാണ് പറയേണ്ടതാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹം എപ്പോഴും ക്ലാസ്സിൽ പുറത്തും ഒക്കെ വളരെയധികം നർമ്മം ഉപയോഗിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആയുധം, ഏറ്റവും മൂർച്ചയുള്ള ആയുധം അദ്ദേഹത്തിൻ്റെ പരിഹാസമാണ്. അത്
അദ്ദേഹത്തിന്റെ ഗുരുസ്ഥാനത്തുള്ള മാരാൻ വളരെ കുറവായിരുന്നു. മാരാനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ജവഹർ വായനശാലയ്ക്കും അതിന്റെ ഭാരവാഹികൾക്കും ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കൊണ്ട് നന്ദി പറയുന്നു. അതിൽ പ്രസംഗിക്കാൻ എന്നെ തന്നെ വിളിച്ച് വലിയ സന്തോഷമായി. എന്നുവെച്ചാൽ ഇത് എന്റെ ഗുരുദക്ഷിണകളൊന്നായിട്ടാണ് ഞാൻ ഈ സംസാരത്തിൽ ഉദ്ദേശിക്കുന്നത്. എന്റെ പഴയ സുഹൃത്തുക്കളെ, പഴയ ശിഷ്യന്മാരെയൊക്കെ ഇവിടെ ഇങ്ങനെ കാണാനുണ്ട്. അതൊക്കെ വലിയ സന്തോഷമാണ് മാഷന്മാർക്ക്. അപ്പോ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഇത് കേട്ടിരുന്നതിനും ധാരാളം ചിരിച്ചതിനും വാസ്തവമായി നന്ദി. രണ്ടാം പതിപ്പ് GB ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ ബാലകൃഷ്ണൻ പൊയ്യ, ഏറ്റുവാങ്ങുന്നത് PR ടീച്ചർ. രണ്ടുപേരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. 'ഒരു മുൻ കന്യാസ്ത്രീയുടെ ആത്മകഥ മരിയ റോസ എഴുതിയ മഠത്തിൽ വിട്ടവൾ മഠം വിട്ടവൾ. ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് കാരശ്ശേരി മാഷാണ്. ഏറ്റുവാങ്ങുന്നത് വർക്കിംഗ് ചെയർമാൻ ഞാൻ തന്നെയാണ്. ഈ ജില്ലയിലെ ഒരു കുടിയേറ്റ ഗ്രാമമായ ആലക്കോട് മണക്കടവിൽ നിന്ന് ഞാൻ കന്യാമഠത്തിൽ ചേരുമ്പോൾ എനിക്ക് പ്രായം 15. തിരിച്ചറിവ് വന്ന 37-ാം വയസ്സിൽ ഞാൻ മഠം വിട്ടു പോകുന്ന വ്യക്തിയാണ്. DC ബുക്സ് എൻ്റെ ആത്മകഥ മഠത്തിൽ വിട്ടവൾ മഠം വിട്ടവൾ ഈയിടെ പ്രസിദ്ധീകരിച്ചതിൽ ഞാൻ വളരെയധികം കൃതജ്ഞയാണ്. 1.5 വർഷം മുൻപ് ഇതിന്റെ ഡ്രാഫ്റ്റ് ഞാൻ പ്രിയങ്കരനായ കാരശ്ശേരി മാഷിന് കൊടുക്കുകയും ഒരു അവതാരിക എഴുതരുവാൻ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ഈ കർത്തവ്യം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു അതിന് അനുയോജ്യമായ ഒരു അവതാരിക എഴുതി തരികയും ചെയ്തു. 11 മുതൽ 17 പേജ് വരെ എൻ്റെ ബുക്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. ഞാൻ അദ്ദേഹത്തിന് ഓട്ടോഗ്രാഫ് കോപ്പി കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ നമ്മുടെ ബുക്ക് സ്വീകരിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ എൻ്റെ ബുക്ക് അദ്ദേഹത്തിൻ്റെയും നിങ്ങൾ ഓരോരുത്തരുടെയും കൂടെയാണ്. ഇന്നേ ദിവസം ഇവിടെ കൂടിയിരിക്കുന്ന ഈ വായനയും ചിന്തകളും ഉള്ള ഈ ഓഡിയൻസിന് മുമ്പിൽ എൻ്റെ പുസ്തകം സമർപ്പിക്കുന്നു. മഠത്തിലെ കിണറോ ചുറ്റുമതിലോ, ചുറ്റുമതിൽ തന്നെ ഞാനത് ചാടിക്കടന്നു. എൻ്റെ പുസ്തകത്തിലെ 4 വരികളാണത്. ഇന്ന് ഞാൻ സന്തോഷപൂർവ്വം എൻ്റെ ജീവിത പങ്കാളിയായ ഓസ്ട്രേലിയൻ നാഷണലിൻ്റെ കൂടെ ഓസ്ട്രേലിയയിലും കേരളത്തിലുമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഞാനിവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ കേരളത്തിൽ സംസാരിക്കുന്ന, പുറത്ത് പഠിപ്പിച്ച ഒരു വ്യക്തിയാണ്. മാഷിൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ, സമത്വബോധമുള്ള ഓരോ മലയാളിക്കും വേണ്ടിയാണ് അവർ മുന്നേറുന്നത്. നീതിബോധമുള്ള കേരളീയരുടെ പേരിൽ കാരശ്ശേരി മാസ്റ്റർ എനിക്ക് നൽകിയ അഭിവാദ്യം ഞാൻ ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങുന്നു. താങ്ക് യു. പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടി ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറിയുടെ ട്രഷറർ ശ്രീ P. ഹരിദാസിനെ ക്ഷണിച്ചു. പ്രിയമുള്ളവരെ, ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി റിസർച്ച് സെൻ്ററിൻ്റെ പരിപാടികൾ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നത് സമയം ക്രമീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. ഏതായാലും ഈ അഴീക്കോട് മാഷിൻ്റെ ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ടുള്ള പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ള ശ്രീ M.N. കാരശ്ശേരി അവർക്കും
അതുപോലെ തന്നെ പുസ്തക പ്രകാശനം, അതിനേക്കാളേറെ ഈ സദസ്സിനെ സമ്പുഷ്ടമാക്കിയ നിങ്ങളോടും എല്ലാവരോടും ഉള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി.